വിളിച്ചവൻ ആരാണെന്നുള്ള ബോധ്യം, ശുശ്രൂഷയിൽ സംഘർഷമില്ലാതെ മുൻപോട്ട് പോകേണ്ടതിന് ഒരു വാക്യം എന്നും ഓർമ്മയിലിരിക്കണം. 1 ദിനവൃത്താന്തം, ഫസ്റ്റ് ക്രോണിക്കിൾസ് ചാപ്റ്റർ 29 വേഴ്സ് 10-11 10-11 വാക്യങ്ങൾ. പിന്നെ ദാവീദ് സർവ്വസഭയുടെയും മുമ്പാകെ യഹോവയെ സ്തുതിച്ച് ചൊല്ലിയതെന്തെന്നാൽ, ഞങ്ങളുടെ പിതാവായ ഇസ്രായേലിൻ ദൈവമായ യഹോവേ, നീ എന്നും എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. യഹോവേ, മഹത്വവും ശക്തിയും തേജസ്സും. ശ്രദ്ധിച്ച് കേൾക്കണം ശുശ്രൂഷകന്മാർ, ശുശ്രൂഷക്കാരത്തികൾ. ഈ ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച് പെന്തക്കോസ്തിലേക്ക് ചുവട് വെച്ച മുഴുവൻ ആളുകളും അറിയണം ആരാ നമ്മെ വിളിച്ചത്. വായിച്ച്. യഹോവേ, യഹോവേ, മഹത്വവും ശക്തിയും. മഹത്വം, ശക്തി, തേജസ്സും യശസ്സും. തേജസ്സും യശസ്സും. മഹിമയും നിനക്കുള്ളത്. മഹിമയും നിനക്കുള്ളത്. സ്വർഗത്തിലും ഭൂമിയിലുള്ളതൊക്കെയും നിനക്കുള്ളതല്ലോ. അതെ. പിന്നെ യഹോവേ, രാജ്യത്വം നിനക്കുള്ളതാകും. രാജ്യത്വം നിനക്കുള്ളതാ. നീ സകലത്തിനും മീതെ തലവനായിരിക്കുന്നു. സകലത്തിനും മീതെ അവിടുന്ന് തലവനായിരിക്കുന്നു. കണ്ടോ? പിന്നെ അല്പം കൂടെ താട്ട് വായിച്ച്. ധനവും ബഹുമാനവും നിങ്കിൽ നിന്ന് വരുന്നു. ധനവും ബഹുമാനവും നിങ്കിൽ നിന്ന് വരുന്നു. നമ്മൾ കാശിന് വേണ്ടി കിടന്ന് കുറുക്കു വഴിയൊന്നും ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല. ധനവും ബഹുമാനവും വിളിച്ചവന്റെ കയ്യിലുണ്ടെന്ന്. നമുക്ക് വേണ്ടതെല്ലാം അവന്റെ കയ്യിലുണ്ട്. അടുത്ത താഴോട്ട് വായിച്ച്. നീ സർവവും ഭരിക്കുന്നു. നീ സർവവും ഭരിക്കുന്നു. സകലത്തെയും വലുതാക്കുന്നതും നിയന്ത്രിക്കുന്നതും എല്ലാം നീയാണ്. ആ വാക്യം മറന്നു പോകരുത്. 1 ദിനവൃത്താന്തം 29 10 11 12 13 വാക്യങ്ങൾ വിളിക്കപ്പെട്ട മുഴുവൻ ആളുകളും വിളിച്ചവനെ അറിയാൻ വേണ്ടി തന്നിരിക്കുന്ന വാക്യമാണത്. സ്തോത്രം. മറന്നു പോകരുത്. വാക്യം കിട്ടിയവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഫസ്റ്റ് ക്രോണിക്കിൾസ് 1 ദിനവൃത്താന്തം. ശുശ്രൂഷയുടെ സമ്മർദ്ദ സാഹചര്യങ്ങളിൽ കീശയിൽ തപ്പിയാൽ ഒരു ചായയ്ക്ക് പോലും കാശില്ലാത്ത ചില നേരങ്ങളുണ്ടാകും. അപ്പോഴും നിരാശപ്പെട്ടു പോകരുത്. ഓർത്തോണം വിളിച്ചവൻ ആരാണെന്നുള്ള കാര്യം. ധനവും മഹത്വവും തേജസ്സും മഹിമയും ബലവും എല്ലാം കൈമുതലായിട്ടുള്ളവൻ. സിംഹാസനങ്ങൾ അവൻ്റേതാണ്, രാജ്യത്വം അവൻ്റേതാ, സകലത്തെയും വലുതാക്കുന്നതാ ദൈവമാണ്. ആ വാക്യത്തിന് മുമ്പിൽ അങ്ങ് മുഴങ്കാലെ വീഴണം. എന്നിട്ട് ദൈവത്തോട് വിഷയങ്ങളെ പറയുമ്പോൾ കർത്താവ് അത്ഭുതം ചെയ്യാനിടയാകും. വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? അത് ഏറ്റെടുക്കുന്നവർ എത്ര പേരുണ്ട്? ഇങ്ങനെ ഒരു മഹാദൈവമാണ് നമ്മെ വിളിച്ചത്. ഇനിയും ഉപദേശത്തിലേക്ക് വരിക. അടുത്ത അല്പസമയങ്ങൾ ഈ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നതിൻ്റെ ഉദ്ദേശം, ദ പേർപ്പസ് ഓഫ് അവർ കോളിംഗ്. വാട്ട് ഇസ് ദ പേർപ്പസ്? നമ്മെ വിളിച്ചിരിക്കുന്നതിൻ്റെ ആത്യന്തിക ലക്ഷ്യമാണ്. ദ അൾട്ടിമേറ്റ് പേർപ്പസ് ഓഫ് അവർ കോളിംഗ് എന്താണ്? സംയുക്ത സഭായുഗത്തിൽ അറിയാതെ പോകരുത്. ശ്രദ്ധിച്ച് കേൾക്കണം. അപ്പവീഞ്ഞുകൾ കഴിക്കാൻ പോവുകയാണ് അല്ലേ? സ്നാനപ്പെട്ടവരിവിടെയുണ്ട്. അവരോടുകൂടെ നമ്മൾ അപ്പവീഞ്ഞുകൾ കഴിക്കാൻ പോവുക. വിളിക്കപ്പെട്ടവർക്ക് മാത്രമുള്ളതാണ് അതെല്ലാം. മനസ്സിലായില്ലേ? സ്തോത്രം. ഇടയ്ക്കൊന്ന് ചോദിച്ചോട്ടെ, വേദോത്സവത്തിൽ അപ്പവും വീഞ്ഞും ആദ്യം കാണുന്ന എവിടെയെന്ന് പറയാമോ? ഗിൽഗാൽ മൊത്തം അങ്ങ് ശാന്തമായല്ലോ. ഒറ്റ ചോദ്യത്തിന് മുമ്പിൽ വേദപുസ്തകത്തിൽ ആദ്യം അപ്പവും വീഞ്ഞും കാണുന്ന എവിടെയാണ്? ഒരു പിടിയില്ല. വേദപുസ്തകത്തിൽ ചോദ്യം മനസ്സിലായോ? അങ്ങ് ബാൽക്കണിയിൽ ഇരിക്കുന്നവരൊക്കെ പറഞ്ഞ് വേദപുസ്തകത്തിൽ ഞങ്ങളുടെ തലയ്ക്ക് മീതെ ഇരിക്കുകയാണല്ലോ, പരിലസിക്കുകയാണല്ലോ ഉയരങ്ങളിൽ. വല്ലതും കേൾക്കുന്നുണ്ടോ? വേദപുസ്തകത്തിൽ ആദ്യം അപ്പവും വീഞ്ഞും കാണുന്ന എവിടാ? ഒരു പിടിയില്ല. സമയം പോന്നു. ക്രിസ്മാസിലേക്ക് തന്നെ പോയിന്റ്. സമ്മതിച്ചോ? അത് സമ്മതിച്ചോ? പോയിന്റ് എനിക്ക് തരാൻ സമ്മതമാണോ? എന്നാ ഉത്തരം കേട്ടു. ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായം 18-ാം വാക്യമാണ്. വേദപുസ്തകത്തിൽ ആദ്യം അപ്പവും വീഞ്ഞും കൂടെ ഒരുമിച്ച് പറഞ്ഞിരിക്കുന്ന ഉൽപ്പത്തി 14-18 ദൈവദാസന്മാരത് കുറിച്ചോണം. ആ വാക്യത്തെ ഓർത്തോണം. നിങ്ങളുടെ ചേർച്ചുകളിൽ കർത്തൃമേശ ശുശ്രൂഷ നിർവഹിക്കുമ്പോൾ ഈ വിവരം പറയാതെ പോകരുത്. ആ അപ്പവും വീഞ്ഞും യേശുവിൻ്റെ ശരീരമോ രക്തവുമായിട്ട് ബന്ധമൊന്നുമില്ല. അങ്ങനെ ഒരു തിയോളജി ഇല്ല. പക്ഷേ ഞാൻ ചോദിച്ച ചോദ്യം അപ്പവും വീഞ്ഞും ആദ്യം കാണുന്നത് പുസ്തകത്തിൽ 14-18 ആരാണ് അവിടെ താരം? മൽക്കിസദേക്ക്, യെരൂശലേമിൻ്റെ രാജാവ്. ശാലേം രാജാവ് എന്ന് പറഞ്ഞാൽ അന്നത്തെ യെരൂശലേമിൻ്റെ പേരാണ് ശാലേം. ഓർ ഷാലോം. അതിൻ്റെ രാജാവായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ അദ്ദേഹം കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു തളികയിലാണ് വിശേഷ വിഭവങ്ങളായ അപ്പവും വീഞ്ഞും. നമുക്ക് ചോദിക്കാം, സർ ഇത് ആർക്ക് കൊടുക്കാനാണ്? ഞങ്ങൾക്ക് തരാമോ? ഞങ്ങൾക്കൂടെ അല്പം തരാമോ? അദ്ദേഹം പറയും, നോ നോ നോ, ഇത് നിങ്ങൾക്കാർക്കും തരാനല്ല. പിന്നെ ആർക്കാ സർ? അദ്ദേഹം പറയും, 5 രാജാക്കന്മാരെ തോൽപ്പിച്ചോടിച്ച് അവരെ അപകരിച്ചു കൊണ്ടുപോയ സകല കൊള്ള മുതലും തിരിച്ച് പിടിച്ചുകൊണ്ട് വരുന്ന ഒരുവൻ ഇപ്പം കയറി വരും എന്ന് പറഞ്ഞാൽ ജയിച്ചു വരും ഒരുവൻ. തോറ്റു വരുന്നവനല്ല. പിന്നെ ആർക്കാ? ജയിച്ചു വരുന്നവൻ ഇപ്പോൾ ഉണ്ട്. അവന് കൊടുക്കാനുള്ളതാ. അപ്പം ജയിച്ചവനെ എതിരേൽക്കാനുള്ളതാണ് അപ്പവും വീഞ്ഞും.
എത്ര പേർക്ക് മനസ്സിലായി? അങ്ങനാണെങ്കിൽ യേശുവിൻ്റെ ശരീരവും രക്തവും സംബന്ധിച്ച് അതിൻ്റെ സദൃശ്യമായ ഈ അപ്പവും വീഞ്ഞും കഴിക്കാനുള്ള ഏറ്റവും കുറഞ്ഞ യോഗ്യത എന്താണെന്ന് അറിയാമോ? പെന്തക്കോസുകാരനായി പെന്തക്കോസ്തുകാരിയായി എന്നുള്ളതൊന്നുമല്ല, ജയിച്ചു എന്നുള്ളതാണ് അതിൻ്റെ കാര്യം. ഞാൻ ജയിച്ചു. എന്തിനെ ജയിച്ചു? എൻ്റെ ജഡത്തെ ജയിച്ചു, ഞാൻ ലോകത്തെ ജയിച്ചു, ഞാൻ പിശാചിനെ ജയിച്ചു, പെണ്ണിനെ ജയിച്ചു, ആണിനെ ജയിച്ചു, മണ്ണിനെ ജയിച്ചു, കസേരയെ ജയിച്ചു, എന്നിലെ വിചാര വികാര വിക്ഷോഭങ്ങളെ ജയിച്ചു, എന്നെ കീഴ്മേൽ മറിക്കാൻ ശ്രമിച്ച സകല ദുഷ്ട വ്യാപാരങ്ങളെയും ജയിച്ചു, മന്ത്രവാദത്തിന്റെ പോരുകളെ ഞാൻ ജയിച്ചു, എന്നെ കീഴടക്കാൻ ശ്രമിച്ച സകലവിധ പാപ നിയോഗങ്ങളെയും ഞാൻ ജയിച്ചു എന്ന ബോധ്യമുണ്ടെങ്കിൽ കഴിക്കാനുള്ളതാണ് അപ്പവും വീഞ്ഞും. എത്ര പേർക്ക് മനസ്സിലായി? അപ്പോൾ മീനും സംയുക്ത സഭായോഗത്തിന് കഴിച്ചില്ലെങ്കിൽ പാസ്റ്റങ്ങൾ എന്നെ വിചാരിക്കും, പ്രസിഡന്റ് എന്നെ വിചാരിക്കും, വൈസ് പ്രസിഡന്റ് എന്നെ വിചാരിക്കും, സെക്രട്ടറി എന്നെ വിചാരിക്കും എന്നൊന്ന് ഓർത്ത്, അയ്യോ ഞങ്ങളുടെ സഭയുടെ പാസ്റ്റം കൂടെ ഉണ്ട്, ഞാൻ എടുത്തോ ഇല്ലയോ എന്ന് പുള്ളി അന്വേഷിക്കും, എടുത്തില്ലെങ്കിൽ അദ്ദേഹം എന്നെ വിചാരിക്കുമെന്ന് ഓർത്ത് ആരും കഴിക്കരുത്. ജയിച്ചെന്ന് പ്രാഗൽഭ്യം ഉണ്ടെങ്കിലേ കഴിക്കാവൂ, ഇല്ലെങ്കിൽ ഇത് നിനക്ക് ശിക്ഷാവധിയായി മാറും. മനസ്സിലായില്ലേ? ഓക്കെ. അപ്പോൾ ഇത് ഒക്കെ കഴിക്കാനിരിക്കുമ്പം നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്, വിളിച്ചവൻ ഇത്ര വലിയവനാണെങ്കിൽ ആ വിളിച്ചത് എന്തിനാണെന്നറിയണം. വാട്ട് ഈസ് ദ പേർപ്പസ്? അതാണ് നമ്മളിനി 6 അധ്യായങ്ങളിലൂടെ പഠിക്കാനായിട്ട് ആഗ്രഹിക്കുക. അതിലൊന്നാമത്തേത് 1-ാം അധ്യായം അതിൻ്റെ 4-ാമത് വാക്യം. 1:4 എഫെസ്യ ലേഖനം 1:4 വാക്യം. എന്തിനാണ് നമ്മെ വിളിച്ചത്? നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ മതി. വിശുദ്ധരാകേണ്ടതിന്, നിഷ്കളങ്കരാകേണ്ടതിന്. വിളിയുടെ ആത്യന്തിക ലക്ഷ്യമത. സഭ പഠിക്കണം, ഗിൽഗാൽ പഠിക്കണം, ഇതിനകത്ത് വന്നിരിക്കുന്ന കുഞ്ഞുങ്ങളടക്കം സകലരും അറിയണം. എഫെസ്യ ലേഖനം 1:4 വാക്യം നമ്മളെ വിളിയുടെ 1-ാമത്തെ ഉദ്ദേശമാണ്. പ്രധാനമായ ഉദ്ദേശം നമ്മൾ ആരാകണം? വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന്. ആ പ്രയോഗം കണ്ടോ? ആയതുകൊണ്ടല്ല, ആകേണ്ടതിനാണ്. ആയി തീർന്നിട്ടില്ല, ഇതുവരെ ആയിക്കൊണ്ടിരിക്കുകയാണ്. 32-ാമത് ജനറൽ കൺവെൻഷനിൽ നമ്മൾ ആകാൻ വേണ്ടി വന്നതാണ്, ആയതുകൊണ്ട് വന്നതല്ല, ആകാൻ വേണ്ടി വന്നതാ. മനസ്സിലായില്ലേ? ഈ കൺവെൻഷൻ കഴിഞ്ഞ് മടങ്ങിപ്പോകുമ്പോൾ നാം ആകേണ്ടതുപോലെ ആയി മടങ്ങാനിടയാകണം. കുശുമ്പും കുന്നായ്മയും ഈർഷ്യയും പകയും പിണക്കവും ധാർഷ്ട്യവും ധിക്കാരവും താൻപോരിമയും അഹന്തയും അഹങ്കാരവും എല്ലാം വിട്ട് വിമർശനം, വിരോധം, വിദ്വേഷം, വിഭാഗികത, താൻപോരിമ, അഹന്ത ഇതെല്ലാം ഉപേക്ഷിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ 2 മണ്ഡലങ്ങൾ. 1 വിശുദ്ധരാകണം, 2 നിഷ്കളങ്കരാകണം. വിശുദ്ധിയും നിഷ്കളങ്കതയും എന്ന പദത്തിൻ്റെ അർത്ഥങ്ങൾ അറിയാമോ? വളരെ ഗൗരവമായ അർത്ഥമുണ്ട് 2 പദങ്ങൾക്ക്. യൂത്ത് പ്രത്യേകം ശ്രദ്ധിച്ചോണം, കുഞ്ഞുങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം. പഠനകാലം, ഉപരിപഠനകാലം, ഉപജീവനത്തിൻ്റെ കാലത്തിലൊക്കെ നിങ്ങൾ എത്തുമ്പോൾ വിശുദ്ധി, നിഷ്കളങ്കത എന്ന 2 പദങ്ങൾ മറന്നു പോകരുത്. നിങ്ങളിൽ നിന്നത് കൈമോശം വന്നു പോകരുത്. ഒത്തിരി പ്രായമുള്ളവരും ശ്രദ്ധിച്ചോണം. ജീവിതത്തിൽ പ്രായമേറും തോറും കൈമോശം വരാതെ സൂക്ഷിക്കേണ്ട 2 കാര്യമാണ്. 1 ആരാകണം? വിശുദ്ധരാകണം. 2 ആരാകണം? നിഷ്കളങ്കരാകണം. വിശുദ്ധർ എന്ന് പറഞ്ഞാൽ ടു ബി സെപ്പറേറ്റഡ് ഫോർ ഗോഡ് ഓൺലി. ഉണ്ടോ? ടു ബി സെറ്റ് എപ്പാർട്ട് ഫോർ ഗോഡ് ഓൺലി. ദൈവത്തിന് വേണ്ടി മാത്രം വേർതിരിക്കപ്പെടുക എന്നുള്ളതാണ് വിശുദ്ധി എന്ന വാക്കിൻ്റെ അർത്ഥം. ലോകത്തിന് വേണ്ടിയും പാർട്ടിക്ക് വേണ്ടിയും സമുദായത്തിന് വേണ്ടിയും സംഘടനയ്ക്ക് വേണ്ടിയും പിന്നെ ജഡത്തിന് വേണ്ടിയും കൂടെ പ്രവർത്തിച്ചിട്ട് സമയം ഉണ്ടെങ്കിൽ കർത്താവിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി എന്ന നിലപാടല്ല. നമ്മെ വേർതിരിച്ചിരിക്കുന്നത് കർത്താവിന് വേണ്ടി മാത്രമാണ്. എത്ര പേർക്ക് ആമേൻ പറയാൻ പറ്റും അതിന്? എൻ്റെ ശരീരം, എൻ്റെ മനസ്സ്, എൻ്റെ അവയവ വ്യവസ്ഥിതികൾ, എൻ്റെ എല്ലാം കർത്താവിന് വേണ്ടി മാത്രമാണ്. അങ്ങനെ ചിന്തിച്ച് നാം സ്വയം വേർതിരിയണം. ദേ കണ്ടില്ലേ, അപ്പവീഞ്ഞുകൾ പകർന്നു വെച്ചിരിക്കുന്ന പാത്രം കണ്ടോ? വീഞ്ഞു പകർന്നിരിക്കുന്നതും അപ്പം പകർന്നിരിക്കുന്നതുമായ പാത്രം ഈ ഒരു നേരത്തേക്ക്, ഈ ഒരു ശുശ്രൂഷയുടെ നേരത്തേക്ക് മാത്രമേ അത് കഴുകി വൃത്തിയാക്കി എടുത്തത് ഉപയോഗിക്കുകയുള്ളൂ. ഈ വീഞ്ഞു പകരുന്ന പാത്രത്തിലോ അപ്പം എടുത്ത് വെച്ചിരിക്കുന്ന പാത്രത്തിലോ അല്ല മാസയോഗത്തിന് സാമ്പാർ വിളമ്പെന്നാണോ? മൾട്ടിപർപ്പസ് അല്ലെന്ന്. ഈ പാത്രങ്ങൾ മൾട്ടിപർപ്പസ് അല്ല, ഇത് ഒന്നിനു വേണ്ടി മാത്രം എന്നതുപോലെ എൻ്റെയും നിങ്ങളുടെയും ജീവിതം കർത്താവിന് വേണ്ടി മാത്രം. അതാണ് വിശുദ്ധരാകുക. മനസ്സിലായില്ലേ?
ജഡശരീരത്തിൻ്റെ നിയോഗങ്ങൾക്ക് വേണ്ടി വിട്ടുകൊടുക്കരുത് നമ്മുടെ ജഡത്തെ, നമ്മുടെ ശരീരത്തെ. ഉച്ച മുതൽ ഉള്ളങ്കാല് വരെയുള്ള ശരീര വ്യവസ്ഥിതികൾ ദൈവത്തിന് പ്രസാദമാകണം, ക്രിസ്തുവിന് തിരുഹിതമാകണം നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ. സ്തോത്രം. നിഷ്കളങ്കത എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? യാഗാർപ്പണ യോഗ്യമെന്നാണ്. ദൈവത്തിന് വേണ്ടി അർപ്പിക്കപ്പെടുവാൻ ഏത് സമയത്തും യോഗ്യമായൊരു സംഗതി. ഏത് ആത്മീയ ശുശ്രൂഷകൾക്കും നമ്മൾ യോഗ്യരായി മാറുക. ഏത് സമയത്തും കർത്താവിന് നമ്മളെ ലഭിക്കപ്പെടാനിടയാകണം. അവൈലബിലിറ്റി ഈസ് ദ ബെസ്റ്റ് ക്വാളിറ്റി എന്നാണ് പറയുക. ഏത് സമയത്ത് ഈ സംയുക്ത സഭായോഗം ജനറൽ കൺവെൻഷനോടനുബന്ധിച്ച് കർത്തൃമേശ ഉണ്ടായിരിക്കുമെന്ന് നേരത്തെ നമുക്ക് മുന്നറിയിപ്പ് കിട്ടിയിട്ടുണ്ടല്ലോ. ഇവിടെ വന്നപ്പോഴല്ലല്ലോ ഇത് അറിഞ്ഞതാണോ? അല്ല, നേരത്തെ നമ്മൾ അറിഞ്ഞതാ. പക്ഷെ നിങ്ങളുടെ സഭായോഗത്തിലേക്ക് നിങ്ങൾ ചെന്ന് കയറുമ്പം അന്ന് കർത്തൃമേശ ഉണ്ടെന്ന് വന്നാൽ എടുക്കാൻ എത്ര പേർക്ക് പ്രാഗൽഭ്യം ഉണ്ടാവും? അതാണ് യാഗാർപ്പണ യോഗ്യം. ചില പറയും, എൻ്റെ പാസ്റ്റർ ഇന്നലെ വൈകിട്ടും കൂടെ നിങ്ങൾ വിസിറ്റ് ചെയ്യാൻ നേരത്തെ ഞങ്ങളുടെ വീട്ടിൽ വന്നതല്ലേ, ഒരു ക്ലൂ തന്നില്ലല്ലോ ഇന്ന് കർത്തൃമേശ ഉണ്ടെന്നുള്ള കാര്യം, ഒന്ന് പറയണ്ടായിരുന്നോ പാസ്റ്ററെ എന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട് ചിലർക്ക്. മനസ്സിലായോ? ഞാൻ എടുക്കുന്നില്ല, എന്തായാലും നാളെ എനിക്കിച്ചിരി ക്രമീകരണം വരുത്താൻ ഉണ്ട് എന്ന് വരുത്തും. ഇനി ക്രമീകരണം എപ്പോഴിതൊരുക്കിയാലും ഐ ആം റെഡി എന്ന് പറയുന്ന അനുഭവമാണ് നിഷ്കളങ്കത എന്ന് പറയുന്നത്. എല്ലാം ഇപ്പോഴും കർത്താവിന് പ്രയോജനമാകും. അപ്പോൾ ഒന്നാം അധ്യായം നമുക്ക് നൽകുന്ന ഏറ്റവും മഹത്തായ ദർശനം എന്ന് പറയുന്നത് നമ്മുടെ വിളിയുടെ ഉദ്ദേശം ദൈവം മുൻപാകെ നമ്മൾ ആരാകണം? വിശുദ്ധരാകണം, പിന്നെ നിഷ്കളങ്കരാകണം. നമ്മുടെ തലമുറയും കൂടി ഇത് അറിയാതെ പോകരുത്. അവരെല്ലാ മേഖലകളിലും വിശുദ്ധരും പിന്നെ നിഷ്കളങ്കരുമാകണം. അതിനാണ് നമ്മെ വിളിച്ചിരിക്കുന്നത്. ആ വിളിയുടെ ഉദ്ദേശമാണ് നമ്മുടെ ജീവിതത്തിൽ നിറവേറേണ്ടത്. കഴിക്കുന്നത് കൊണ്ട്, കുടിക്കുന്നത് കൊണ്ട്, ഉടുക്കുന്നത് കൊണ്ട്, മുട്ടിയത് കൊണ്ട്, തട്ടിയത് കൊണ്ട്, ഉരുമിയത് കൊണ്ട്, ഒരഞ്ഞത് കൊണ്ട്, ഡയൽ ചെയ്തത് കൊണ്ട്, കണ്ടത് കൊണ്ട്, കേട്ടത് കൊണ്ടൊന്നും നമ്മുടെ വിശുദ്ധി ചോർന്നു പോകാനിടയാകാത്ത വിധം, വിശുദ്ധിക്ക് ചേർച്ചയല്ലാത്തതുമായി ഒന്നും ഇടപെടാതെ നമുക്ക് നമ്മെ തന്നെ സൂക്ഷിച്ചേ പറ്റുകയുള്ളൂ. ഹല്ലേലൂയ. ഒരു സംഭവം ഞാൻ പറയാം. ഇസ്രായേലിൽ ഏറ്റവും നല്ല കോമളൻ ശിംശോനായിരുന്നു. ഇസ്രായേലിൽ ഏറ്റവും വലിയ കോമളൻ. മനസ്സിലായില്ലേ? അവൻ്റെ മുഖ സൗന്ദര്യം, അവൻ്റെ ശരീരത്തിൻ്റെ പ്രകൃതം ഒരു സിംഹത്തെയൊക്കെ പിടിച്ച് കീറി രണ്ടായിട്ട് എറിഞ്ഞു കളയ. എന്നെ ഓജസം നോക്കണേ. ഹൈമാൻ, ഹീമാൻ, സ്പൈഡർമാൻ, സൂപ്പർമാൻ എന്നൊക്കെ കോമിക്ക് വായിച്ചിട്ടില്ലേ? അന്നത്തെ പിള്ളേർ ഈ സൂപ്പർമാനെ നേരിട്ട് കാണുകയായിരുന്നു. ഒരു നഗര കവാടം പിഴുതെടുത്ത് അങ്ങേ മലയെ കൊണ്ട് നാട്ടി 300 കുറുക്കന്മാരെ പിടിച്ച് വാലോട് വാൽ ചേർത്ത് വെച്ച് കിട്ടി. എന്നെ തൻ്റെ ഇടം നോക്കണേ. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അവൻ ധീര പുരുഷനായിരുന്നു. അതാ ഞാൻ പറഞ്ഞ കോമളൻ. കോമളൻ വിശുദ്ധിയുടെ തട്ടകം വിട്ട് മാറിക്കഴിഞ്ഞപ്പോ ആ നാട്ടിലെ ഒരു പൊതു സ്വത്തായ ദലീലയുടെ കട്ടിലോട് ചേർത്ത് ഇവനെ കെട്ടിയപ്പോ കോമളൻ എന്ന പദം മാറി കോമാളിയായി മാറി. അപ്പോൾ മലയാള ഭാഷയിൽ കോമളനും കോമാളിയും അധികം ദൂരമല്ലാത്ത രണ്ട് പദങ്ങളാണ്. എപ്പോഴാണ് നമ്മൾ കോമാളിയായി മാറുക എന്നറിയില്ല. നമ്മെ വിളിച്ചതിൻ്റെ ഉദ്ദേശം വിശുദ്ധരാകുക എന്നതാണ്. എത്ര പേര് സമ്മതിക്കുന്നുണ്ട് ആ കാര്യം? ആരും നമ്മുടെ മേൽ ആക്ഷേപം ഉന്നയിക്കാനിടയാകരുത്. ആരും നമ്മുടെ മേൽ ഒരു തിന്മയും ആരോപിക്കാനിടയാകാത്ത വിധം രാത്രികളെയും പകലുകളെയും ദൈവത്തിന് പ്രസാദമായി സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്നത് വിശുദ്ധിയുടെ ജീവിതം. അതാണ് നിഷ്കളങ്കതയുടെ ജീവിതം. അടുത്ത ജനറൽ കൺവെൻഷനിൽ നമ്മൾ എത്ര പേര് ഒത്തുകൂടുമെന്ന് നമുക്ക് പറയാനാവില്ല. അതിനിടയ്ക്ക് ഒന്നുകിൽ കർത്താവിൻ്റെ വരവാകാം, അല്ലെങ്കിൽ കർത്താവ് നമ്മളെ തിരികെ വിളിക്കാം. പക്ഷെ എങ്ങനായാലും വിശുദ്ധിയോടെ നിഷ്കളങ്കതയോടെ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരെ കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. നമ്മെ വിളിച്ചിരിക്കുന്നതിൻ്റെ ഉദ്ദേശം വിശുദ്ധരാകുക, നിഷ്കളങ്കരാകുക. രണ്ടാമത്തെ അധ്യായത്തിലേക്ക് വന്നേ. 2:22 വാക്യം വായിക്കും. അവനിൽ നിങ്ങളെയും ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ച് പണിതു വരുന്നു. നമ്മെ വിളിച്ചിരിക്കുന്ന എന്തിനാണെന്നറിയാമോ? രണ്ടാമത്തെ അധ്യായം പറയുന്നു വിളിക്ക് യോഗ്യമാകണം. വിളിക്ക് യോഗ്യമാകണമെന്ന് ഒന്നാം അധ്യായം പറയുന്നത് വിശുദ്ധരാകണം, പിന്നെ ആരാകണം? നിഷ്കളങ്കരാകണം. രണ്ടാമത്തെ വിളിയുടെ ഉദ്ദേശം നിവാസമാകേണ്ടതിന്. നിവാസം എന്ന് പറഞ്ഞാൽ ദൈവത്തിന് വസിക്കാൻ യോഗ്യമാകേണ്ടതിന് നമ്മെ വിളിച്ചിരിക്കുകയാണ്. ദൈവം വസിക്കാൻ ആഗ്രഹിക്കുന്ന കമ്പി, കട്ട, കല്ല്, സിമന്റ്, പെയിന്റ്, തടി, താഴികക്കുടങ്ങൾ, കുരിശേന്തി, അൾത്താരകളൊക്കെയുള്ള പാർശ്വഭംഗി ശില്പചാതുര്യത കൊണ്ട് വരുത്തിയിട്ടുള്ള ക്ഷേത്രങ്ങളിലൊന്നുമല്ല ദൈവം വസിപ്പാൻ ആഗ്രഹിക്കുന്നത്.
ഏതെങ്കിലും ഒരു ശില്പി ആരൂഢ ശാസ്ത്രം അനുസരിച്ച് പണിതുറപ്പിച്ചിട്ടുള്ള ആലയത്തിലല്ല ദൈവം വസിക്കാൻ ആഗ്രഹിക്കുന്ന നമ്മിലാണ്. എത്ര പേര് സമ്മതിക്കുന്നുണ്ട് അക്കാര്യം? അതുകൊണ്ടാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത്, knowing not that you are the temple of God. നിങ്ങൾ അറിയുന്നില്ലയോ നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാണ്. ആ മന്ദിരം വിശുദ്ധമാകണം, ദൈവത്തിന് വസിക്കണം നമ്മുടെ ഉള്ളിൽ. ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാസം ചെയ്യണം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും പരിശുദ്ധ തൃത്വം നമ്മിൽ വാസം ചെയ്യത്തക്ക നിലയിൽ ശരീരത്തിൻ്റെ വിശുദ്ധി കാക്കാനാണ് നമ്മളെ വിളിച്ചത്. ശരീരമുതിർത്തുവിടുന്ന രാഗതാപങ്ങളിൽ, ശരീരമുതിർത്തുവിടുന്ന മേളക്കൊഴുപ്പിൽ, ശരീരമുതിർത്തുവിടുന്ന പാപരാഗങ്ങളുടെ നിയോഗങ്ങളിൽ പെട്ടുഴലാനല്ല. എൻ്റെ ശരീരം കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെടാൻ ഉള്ളതാണ്. എൻ്റെ ആത്മാവ് വീണ്ടെടുക്കപ്പെട്ടു, എൻ്റെ ദേഹി വീണ്ടെടുക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ രക്ഷയുടെ വീണ്ടെടുപ്പിൻ്റെ ത്രികാലങ്ങളിലാണ് ഞാൻ. അതുകൊണ്ട് എൻ്റെ ശരീരത്തെ തിന്മയ്ക്ക് വിട്ടുകൊടുക്കാൻ പറ്റില്ല എന്ന അനുഭവത്തോടെ ദൈവത്തിന് നിവാസമാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. ബോധ്യമായവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. നാം വിളിക്കപ്പെട്ടിരിക്കുന്നത് ദൈവത്തിന് നിവാസമാകാനാണ്. സംയുക്ത സഭായോഗം കഴിഞ്ഞ് അവരവരുടെ പ്രവർത്തന മേഖലകളിലേക്ക്, അവരവരുടെ ആവാസ മേഖലകളിലേക്ക്, അവരവരുടെ പഠന മേഖലകളിലേക്ക്, അവരവരുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക് മടങ്ങുമ്പോൾ ഓർത്തോണം, ദൈവം വസിക്കണം എൻ്റെ ജീവിതത്തിൽ, ദൈവം എന്നോടുകൂടെ ഇരിക്കണം. വെളിപ്പുറത്ത് എവിടെ നിന്നോ വന്നു കയറുന്ന ദൈവമല്ല, എൻ്റെ അകത്ത് വസിക്കുന്നൊരു ദൈവമാണ് എൻ്റെ ദൈവം. എത്ര പേർക്ക് അബോധ്യമുണ്ട്? എത്ര പേർക്ക് അബോധ്യമുണ്ട്? ദൈവം നിങ്ങളിൽ വാസം ചെയ്യുന്നു. അതുകൊണ്ട് നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ എന്തോ ചെയ്യണമെന്നാ മഹത്വപ്പെടുത്തിയേ പറ്റൂ. 1 കൊരിന്ത്യർ ലേഖനം 3:16 കുഞ്ഞുങ്ങളൊക്കെ വാക്യങ്ങളെ കുറിച്ചോണേ. ശരീരവുമായി ബന്ധപ്പെട്ട നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണെന്നുള്ള വീണ്ടും വിചാരം 1 കൊരിന്ത്യർ 3:16 വായിക്കണമെന്നില്ല, വാക്യങ്ങളൊന്ന് ഓർത്തിരുന്നാൽ മതി, എഴുതി വെച്ച് കൊണ്ടുപോകണം. 1 കൊരിന്ത്യർ 3:16, 1 കൊരിന്ത്യർ 6:19-20. ഇതെല്ലാം നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല, നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ നിങ്ങൾ ആരും താന്താങ്ങൾക്കുള്ളവരല്ല. ആ വാക്യങ്ങളൊന്നും മറന്നു പോകരുത് കുഞ്ഞുങ്ങളൊക്കെ. നിങ്ങൾ പോകുന്ന മേഖലകൾ നിങ്ങളുടെ ശരീരം അശുദ്ധമാകരുത്. കഴിക്കുന്നത് കൊണ്ട് കുടിക്കുന്നത് കൊണ്ടും നിങ്ങൾ പരസ്പരം ഇടപെടുന്നത് കൊണ്ടും നിങ്ങൾ ഗെറ്റ് ടുഗദറുകൾ പങ്കെടുക്കുന്നത് കൊണ്ടും വഴിനീളെ ഉണ്ടാക്കി വെച്ചിട്ട് വിറ്റഴിക്കപ്പെടുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ, അതിനകത്തുകൂടെ നിഗൂഢമായി വിറ്റഴിക്കപ്പെടുന്ന ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടൊന്നും നിങ്ങളുടെ ശരീരം അശുദ്ധമാകരുത്. കാരണം നമ്മൾ നമുക്കുള്ളവരല്ല, നാം ദൈവത്തിനുള്ളവരാണ്. എത്ര പേർക്ക് ബോധ്യമാകുന്നുണ്ട്? അപ്പോൾ 1 കൊരിന്ത്യർ 3:16, 1 കൊരിന്ത്യർ 6:19-20. മറ്റൊരു പ്രധാന വാക്യമാണ് പരിചിത വാക്യം, റോമർ 12:2 അല്ല 1 റോമർ 12:1. നിങ്ങളുടെ ശരീരം ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായിട്ട് ദൈവസന്നിധിയിൽ എന്തോ ചെയ്യണം? സമർപ്പിക്കണം. അതാണ് യഥാർത്ഥ ആരാധന എന്ന് പറയുന്നത്. ശരീരത്തെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുക. പാട്ടൊത്തിരി അറിയാം, അന്യഭാഷ പറയാൻ നന്നായിട്ടറിയാം, പ്രൈസ് ആൻഡ് വർഷിപ്പിന് നന്നായി പ്രകടനം കാട്ടാൻ അറിയാം. പക്ഷെ നിന്റെ ശരീരം അശുദ്ധമാണെങ്കിൽ ദൈവം പ്രസാദിക്കത്തില്ല അതിനകത്ത്. നിന്റെ ശരീരത്തിൻ്റെ അവയവ വ്യവസ്ഥിതികൾ, ഇന്ദ്രിയ വ്യവസ്ഥിതികൾ, കൈകാലുകളൊക്കെ അശുദ്ധമാണെങ്കിൽ അതിൽ ദൈവം പ്രസാദിക്കത്തില്ലെന്ന്. പ്രൈസ് ദ ലോർഡ്. ഈ പറഞ്ഞ വാക്യങ്ങളൊന്നും മറക്കരുത്. അടുത്ത കനത്ത ഒരു വാക്യം കൂടെ തരാം. യേശുവിൻ്റെ മൊഴിയിലൊരു വാക്യമുണ്ട്, നിങ്ങളുടെ ശരീരത്തിൽ ഇരുട്ടിൻ്റെ അംശം ഒട്ടുമുണ്ടാകരുത്. ലൂക്കോസ് 11:36 കുഞ്ഞുങ്ങളൊക്കെ നോക്കുന്നുണ്ടോ വാക്യം? ലൂക്കോസ് 11:36 അവിടെ പറയുന്നത്, നിന്റെ ശരീരത്തിൽ ഇരുട്ടിൻ്റെ അംശം ഒട്ടുമുണ്ടാകരുത്. ഇരുട്ടെന്ന് പറഞ്ഞാൽ പാപമാണ്. ഇരുട്ടെന്ന് പറഞ്ഞാൽ സാത്താന്യ സാന്നിധ്യമാണ്. അന്ധകാരത്തിൻ്റെ പ്രഭുവിൻ്റെ ആവാസമാണ് ഇരുട്ട് എന്ന് പറയുന്നത്. കിട്ടിയോ വാക്യം? ലൂക്കോസ് 11:36 നിങ്ങളുടെ ശരീരം ഇരുട്ടിൻ്റെ അംശം ഒട്ടുമില്ലാതെ. ആ ഒട്ടുമെന്ന പദം എനിക്കിഷ്ടമാണ് മലയാള ബൈബിളിൽ. തമിഴ് എപ്പടിയാ വാക്യം? ഒരു തരത്തിലും നിങ്ങളുടെ ശരീരം ഇരുളാകരുത്. 1 യോഹന്നാൻ 1:5 പറയുന്നു, ദൈവം വെളിച്ചമാകുന്നു, അവനിൽ ഇരുട്ട് ഒട്ടുമില്ല. അങ്ങനെ വാക്യമുണ്ട് 1 യോഹന്നാൻ 1:5. ദൈവം വെളിച്ചമാകുന്നു, ആ ദൈവത്തിൽ എന്തോ ഇല്ല? ഇരുട്ടൊട്ടുമില്ല. ഇരുട്ടൊട്ടുമില്ലാത്ത ദൈവത്തെ സേവിക്കുന്ന ഞാനും നിങ്ങളും
ഇരുട്ടൊട്ടുമില്ലാത്തവരായിരിക്കണം. അതിനാണ് നമ്മെ വിളിച്ചിരിക്കുന്നത്. ആ വിളിയിൽ പ്രത്യാശയുള്ളവർ എത്ര പേരുണ്ട്? ശരീരത്തിൽ ഇരുട്ടിൻ്റെ അംശമില്ലാതെ കാത്തുകൊള്ളാൻ കഴിയണം നമുക്ക്. ഹല്ലേലൂയ! അതിനായിട്ടാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്, നിവാസമാകാൻ വിളിച്ചിരിക്കുന്നത്. ദൈവത്തെ അകത്ത് പാർപ്പിക്കാൻ ആഗ്രഹമുള്ള എത്ര പേരുണ്ട്? ദൈവം എൻ്റെ ഉള്ളിൽ വാസം ചെയ്യുന്നു. വീട്ടിനകത്തും പള്ളിക്കകത്തും മാത്രമല്ലെന്ന്, നമ്മുടെ ശരീരത്തിൽ ദൈവ സാന്നിധ്യം എത്ര പേർ ആഗ്രഹിക്കുന്നവരെ കരമുയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. 3-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ വരുന്നു. നമ്മുടെ വിളിയുടെ ഉദ്ദേശം 3-ാം അധ്യായത്തിൽ എന്താ പറയുന്നതെന്നും കൂടെ ശ്രദ്ധിക്കുക. 3-ാം അധ്യായം അതിൻ്റെ 7, 8, 9 വാക്യങ്ങളാണ്. 3-ാം അധ്യായം 7-ാം വാക്യം പറയുന്നു, അവൻ്റെ കൃപയാൽ ഞാൻ ആ സുവിശേഷത്തിന് ശുശ്രൂഷക്കാരനായി തീർന്നിരിക്കുന്നു. ഒരുപക്ഷെ ഞങ്ങൾ ഉപദേശവർഗത്തോടുള്ളൊരു ദൂതായിരിക്കാം അത്. ശുശ്രൂഷ ലഭിക്കപ്പെടാൻ വേണ്ടിയാ, ശുശ്രൂഷകന്മാരാകാൻ വേണ്ടിയാണ് നമ്മെ വിളിച്ചത്. വിളിക്ക് യോഗ്യമാകും വണ്ണം ഇരിക്കണം. അതാ ഞാൻ പറഞ്ഞേ, സംയുക്ത സഭയും ജനറൽ കൺവെൻഷനുള്ള ബന്ധത്തിൽ പാസ്റ്റേഴ്സ് എല്ലാം ഉണ്ടല്ലോ, സുവിശേഷകരെല്ലാം ഉണ്ടല്ലോ, സഭാപ്രവർത്തകരെല്ലാവരും ഉണ്ടല്ലോ. അവർക്കറിയാനും കൂടെ 3-ാം അധ്യായം തരുന്നു. ശുശ്രൂഷയ്ക്കായിട്ടാണ് എന്നെ വിളിച്ചിരിക്കുന്നത്. എത്ര പേർക്ക് അഭിമാനമുണ്ട് അതിനകത്ത്? ശുശ്രൂഷക്കാരികളായി, ശുശ്രൂഷക്കാരന്മാരായി ദൈവം നമ്മെ വിളിച്ചിരിക്കും. അതിനെന്തോന്നാ യോഗ്യത? നമുക്ക് എന്തോ യോഗ്യതയാണ്. തറവാടിന് യോഗ്യതയുണ്ടോ? സാമ്പത്തികമുണ്ടോ? ഇതൊന്നുമില്ല. എന്നിട്ട് കർത്താവ് നമ്മെ വിളിച്ചു. ആ വിളിയും തെരഞ്ഞെടുപ്പും ഓർക്കുമ്പോൾ നമ്മുടെ ആകംപുകയും, കർത്താവ് എന്നെയും കൂടെ വിളിക്കാൻ കാരണമെന്ത്? ഞാൻ കൂടെ ചോദിക്കാറുണ്ട്, വൈ എബി എബ്രഹാം? എന്തുകൊണ്ട് എബി എബ്രഹാം? എത്രയോ മെച്ചമായ താരങ്ങളുള്ളപ്പം എന്നെ എന്തിനാ കർത്താവേ എന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം ഇതുവരെ കിട്ടിയിട്ടില്ല. അവിടെ ചെല്ലുമ്പോഴേ കിട്ടുകയുള്ളൂ. എന്നിലൊരു ക്വാളിറ്റി ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്തെങ്കിലും ഒരു പ്രത്യേകത എന്നിൽ തിരഞ്ഞെടുക്കപ്പെടാനുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ കർത്താവ് എന്നെ തെരഞ്ഞെടുത്തു. അത് അവൻ്റെ കൃപയുടെ സുവിശേഷത്തിൻ്റെ വിളിയാണെന്നറിയണം. ആ തെരഞ്ഞെടുപ്പ് നമ്മൾ തിരിച്ചറിയണം. 3-ന്റെ 7-ാം വാക്യം, അതിൻ്റെ 8, 9 വാക്യങ്ങളിൽ ശുശ്രൂഷകന്മാർ അറിയേണ്ട മഹത്തായിരിക്കുന്ന 2 കാര്യമുണ്ട്. 8-ാം വാക്യത്തിൽ പറയുന്നു, എന്തിനാ ശുശ്രൂഷ തന്നെന്നറിയാമോ? അപ്രമേയ ധനത്തെക്കുറിച്ച് പ്രസംഗിക്കാൻ. പ്രസംഗിപ്പാൻ എന്ന് പറയുന്നൊരു പ്രയോഗമുണ്ട് 8-ാം വാക്യം. പ്രസംഗിക്കേണ്ടതിന്. എന്തോ പ്രസംഗിക്കാൻ? ക്രിസ്തുവിൻ്റെ അപ്രമേയ ധനം. അല്ലാതെ നാസയുടെ കണ്ടുപിടുത്തം പ്രസംഗിക്കാനല്ല. ഉക്രൈനും റഷ്യയും കൂടെ തമ്മിൽ എന്നാ ചെയ്യാൻ പോകുന്നെന്ന് പ്രസംഗിക്കുന്നതല്ല സുവിശേഷ പ്രസംഗം. മനസ്സിലാകുന്നുണ്ടോ? അമേരിക്ക എന്നാ ചെയ്യാൻ പോകുന്നു, ഇസ്രായേൽ എന്നാ ചെയ്യാൻ പോകുന്നു, മധ്യപൂർവേഷ്യൻ രാജ്യങ്ങളിൽ എന്നാ പുകയുന്നു, ഇതൊന്നും അല്ല സുവിശേഷ പ്രസംഗം. എഫെസ്യ ലേഖനം 3-8 വായിക്കണം. ക്രിസ്തുവിൻ്റെ അപ്രമേയ ധനത്തെക്കുറിച്ച് പ്രസംഗിക്കുക. ക്രിസ്തുവെന്ന മഹാധനത്തെ ജനത്തിന് കൊടുക്കാൻ വേണ്ടിയാണ് പ്രസംഗിക്കേണ്ടത്. മനോരമ, മംഗളം, മാധ്യമം, മാതൃഭൂമി, ജനയുഗം, ദിനമലർ, ദിനതന്തി അടക്കമുള്ള പത്രങ്ങളിലെ വാർത്തകളല്ല സുവിശേഷ പ്രസംഗം എന്ന് പറയുന്നത്. ക്രിസ്തുവിൻ്റെ അപ്രമേയ ധനം. എത്ര പേർക്ക് സ്വതന്ത്രം പറയാൻ പറ്റും? അവനാണ് നമ്മെ വിളിച്ചത്, വേറൊന്നും പറയാനല്ല. മുമ്പേ ഞാൻ പറഞ്ഞ പോലെ ഗോലിയാത്തിനെയും ഏലിയാവിനെയും ദാവീദിനെയും പൊക്കാനല്ല നമ്മെ വിളിച്ചത്, യേശുവിനെ ഉയർത്താനാണ്. അതിനാണ് നമ്മെ വിളിച്ചിരിക്കുന്നത്. നമ്മുടെ വിളിയുടെ ആശയം അതാണ്. വിളിക്ക് യോഗ്യമാകും വണ്ണം നാം ശുശ്രൂഷിച്ചേ പറ്റൂ. 9-ാം വാക്യം പറയുന്നത് കേട്ടോ. അപ്പോൾ 8-ാം വാക്യം പ്രസംഗിക്കേണ്ടതിന് വേണ്ടി വിളിച്ചു എന്ന് പറഞ്ഞിട്ട് 9-ാം വാക്യം പറയുന്നത് പ്രകാശിപ്പിപ്പാൻ. അങ്ങനെയാണ്, കണ്ടോ? അത് പ്രസംഗിക്കാൻ മാത്രം പോരാ, എന്തോ ചെയ്യണം? പ്രകാശിപ്പിക്കണം. എന്താ അതിൻ്റെ അർത്ഥം എന്നറിയാമോ? പ്രസംഗിക്കുക ഭാഷ കൊണ്ടാണ്, പ്രകാശിപ്പിക്കുന്നത് ജീവിതം കൊണ്ടാണ്. എത്ര പേർക്ക് മനസ്സിലായി? ഒരു വിഷയമെടുത്ത് നമ്മൾ പ്രസംഗിക്കുന്നത് ഒന്നുകിൽ തമിഴ്, അല്ലെങ്കിൽ മലയാളം, ഹിന്ദി, ഇംഗ്ലീഷ്, ഏത് ഭാഷ കൊണ്ടും അനായാസം കൈകാര്യം ചെയ്യാവുന്ന ഏതെങ്കിലും ഒരു ഭാഷ കൊണ്ട് നമുക്ക് പ്രസംഗിക്കാം. പക്ഷെ ആ പ്രസംഗ വിഷയം പ്രകാശിപ്പിക്കുന്നത് എവിടെ കൊണ്ടാണ്? ജീവിതം കൊണ്ടാണ്, സ്വഭാവം കൊണ്ടാണ്, നമ്മുടെ ജീവിതത്തിൻ്റെ തലങ്ങൾ കൊണ്ടാണ് ഇത് പ്രകാശിപ്പിക്കുന്നത്. അതുകൊണ്ട് പൗലോസ് പറയുന്നത്, നിങ്ങൾ എന്നെ അനുകരിക്ക്, നിങ്ങൾ എന്നെ നോക്ക്, നിങ്ങൾ എന്നിൽ നിന്ന് കണ്ടത് എന്നൊക്കെ പറയുന്നതിൻ്റെ കാരണം അതാ. പൗലോസ് എന്ന പ്രസംഗകൻ്റെ ഏറ്റവും തീക്ഷ്ണമായിരിക്കുന്നൊരു വാക്യമുണ്ട്. 1 കൊരിന്ത്യർ 9:27 വാക്യം. 1 കൊരിന്ത്യർ 9:27 പാസ്റ്റേഴ്സ് എല്ലാം കാണാതെ പഠിക്കേണ്ടൊരു വാക്യമാണ്. 1 കൊരിന്ത്യർ 9:27, ഞാൻ നിങ്ങളോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി തീരാതിരിക്കേണ്ടതിന് ഞാൻ എന്നെ ദണ്ഡിപ്പിച്ചടിമയാക്കുന്നു. അതിനാണ് നമ്മെ വിളിച്ചിരിക്കുന്നത്. പ്രസംഗം മെച്ചമായിരുന്നു എന്ന് 10 പേര് പറയും. പക്ഷേ ആ പ്രസംഗശേഷം പ്രസംഗകൻ
ഏറ്റവും നിന്ദ്യമായി പോകാതിരിക്കാൻ ഞാൻ എന്നെ ദണ്ണിപ്പിച്ചടിമയാക്കുന്നു. എത്ര പേർക്ക് മനസ്സിലായി അപ്പോഴുള്ള? അവൻ നമ്മെ വിളിച്ചത് എന്തിനാ? ശുശ്രൂഷയ്ക്ക് വേണ്ടിയാ. എന്തുവാ ശുശ്രൂഷ? 2 ശുശ്രൂഷയാ. ഒന്ന് പ്രസംഗിക്കുക, രണ്ടാമത് എന്തോ ചെയ്യാന്നുള്ളത്? പ്രകാശിപ്പിക്കുക. പ്രകാശമായി നിന്നിട്ടൊടുവിൽ കർത്താവ് പറഞ്ഞപ്പോൾ തൽസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ട എത്രയോ ഭക്തഗണങ്ങൾ, എത്രയോ വിശുദ്ധന്മാരുണ്ട്. അവർക്ക് പകരം ഇനി പ്രകാശിപ്പിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. കർത്താവിനെ പ്രകാശിപ്പിക്കാൻ ആഗ്രഹമുള്ള എത്ര പേരുണ്ട്? സംയുക്ത സഭായോഗത്തിൽ കർത്താവിനെ പ്രകാശിപ്പിക്കാനുള്ള കൃപ ഏറ്റെടുത്തുകൊണ്ട് വേണം അവരവരുടെ തലത്തിലേക്ക് രാത്രി കൺവെൻഷൻ കഴിഞ്ഞ് മടങ്ങിപ്പോകാൻ. ഉച്ചയ്ക്ക് മടങ്ങിപ്പോകുന്നവരെ ശ്രദ്ധിച്ചോണം. നിങ്ങളുടെ തട്ടകങ്ങളിലേക്ക് നിങ്ങൾ മടങ്ങിപ്പോകുമ്പോൾ ഓർത്തോണം, ക്രിസ്തുവിനെ പ്രകാശിപ്പിക്കാൻ വേണ്ടിയാണ് മടങ്ങിപ്പോകുന്നത്. നിങ്ങളുടെ നാട്, നിങ്ങളുടെ വീട്, നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ കുലം എവിടെയായാലും നിങ്ങളുടെ വീട്ടുകാരുടെ, നാട്ടുകാരുടെ, കൂട്ടുകാരുടെ മുമ്പിൽ യേശുവിനെ പ്രകാശിപ്പിക്കണം. കുഞ്ഞുങ്ങൾ ശ്രദ്ധിച്ച്, ടു ബി മോർ ലൈക്ക് ജീസസ്. ടു ബി മോർ ലൈക്ക് ജീസസ് എന്ന് പറഞ്ഞാൽ കൂടുതൽ 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 യേശുവിനെ പോലെ ആകണം. അതിനാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ബോധ്യമായവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. യേശുവിനെ പോലെയാകാൻ നമ്മൾ ജീവിക്കുന്ന സമൂഹം നമ്മളോട് ചോദിക്കണം, ആർ യു ജീസസ്? നിങ്ങളാണോ യേശു എന്ന് നമ്മോട് ചോദിക്കുന്ന ഒരു തലത്തിലേക്ക് നമ്മുടെ ആത്മീയത എത്തണം. നമ്മളാണോ യേശു എന്ന് ചോദിക്കണമെങ്കിൽ നമ്മുടെ സ്നേഹം, നമ്മുടെ വിശുദ്ധി, നമ്മുടെ വിശ്വസ്തത, നമ്മുടെ സഹനം, നമ്മുടെ ത്യാഗം, നമ്മുടെ വിനയം, നമ്മുടെ വിധേയത്വം, ഇതെല്ലാം യേശുവിൽ കണ്ടതുപോലെ നമ്മിൽ കാണാൻ കഴിയണം. മനസ്സിലാകുന്നുണ്ടോ? പറഞ്ഞത് എത്ര പേർക്ക് ബോധ്യമാകുന്നുണ്ട്? അതാണ് പ്രകാശന ശുശ്രൂഷ. അതാണ് 3-ാം അധ്യായത്തിൻ്റെ വിഷയം. വേഗം മുൻപോട്ട് പോകാം. നമുക്ക് അനുഗ്രഹീതമായ ശുശ്രൂഷ കർത്താവിൻ്റെ ദാസനാൽ നിർവഹിക്കപ്പെടണമല്ലോ. അതിൽ പങ്കാളിയാകുവാൻ ഞാനും ആഗ്രഹിക്കുന്നു. ഈ സംയുക്ത സഭായോഗത്തിൽ അഭിഷിക്ത ദൈവദാസന്മാരോട് ചേർന്ന് ആ ശുശ്രൂഷയുടെ പങ്കാളിത്തം വഹിക്കുന്നത് ആത്മീയ കരുത്തു പകരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. തീർച്ചയായും അതിന് സമയം കൂടുതൽ വിട്ടുകൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അടുത്തത് 4-ാം അധ്യായത്തിലേക്ക് വരാം. നമ്മളെ വിളിച്ചിരിക്കുന്ന വിളിയുടെ യോഗ്യത എന്താ? ആ യോഗ്യതയ്ക്കനുസരിച്ച് ജീവിക്കണമെങ്കിൽ 4:30 മറന്നു പോകരുത്. 4-ാം അധ്യായം 30-ാമത് വാക്യം. പരിശുദ്ധാത്മാവിനെ എന്തോ ചെയ്യരുത്? പറഞ്ഞേ, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. വിളിച്ചിരിക്കുന്ന മുഴുവൻ ആളുകളും വിളിക്ക് യോഗ്യമായി ജീവിക്കുമ്പോൾ ആത്മാവിനെ ദുഃഖിപ്പിക്കാതെ ജീവിച്ചോണം. സഭയെ ഇന്ന് നടത്തുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അറിയാമല്ലോ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഭയെ ഇന്ന് നടത്തുന്നത്. ആ പരിശുദ്ധാത്മാവ് നമ്മുടെ നിലപാട് നിമിത്തം, നമ്മുടെ നിഗമനങ്ങൾ നിമിത്തം, നമ്മുടെ രീതിശാസ്ത്രം നിമിത്തം, നമ്മുടെ പോക്ക് വരവ്, കഴിപ്പ്, കുടിപ്പ്, വാക്കുകൾ നിമിത്തമൊന്നും പരിശുദ്ധാത്മാവ് എന്തോ ചെയ്യരുത്? ദുഃഖിപ്പിക്കാൻ പാടില്ല. പരിശുദ്ധാത്മാവ് ദുഃഖം അനുഭവിക്കാനിടയാകരുത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദുഃഖിക്കാത്ത ഒരു സൗഹൃദം ആത്മാവുമായി സൂക്ഷിക്കേണ്ടതിനാണ് നമ്മെ വിളിച്ചിരിക്കുന്നത്. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? വിളിയുടെ ഉദ്ദേശം 4-ാമത്തേത് മനസ്സിലായവർ എത്ര പേരുണ്ട്? പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാതെ. പരസ്പരം പിണക്കമുണ്ടല്ലോ, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കും. എങ്ങനെ ദുഃഖിപ്പിക്കുക? എന്നോട്, ഞാനൊരു ദൈവദാസനോട്, റോബിൻസൺ പാസ്റ്ററോട് ഞാൻ പിണങ്ങി പാര വെച്ച് വന്നിരിക്കട്ടെ, പരിശുദ്ധാത്മാവ് എന്തിനാ അതിനെ ദുഃഖിക്കുന്നത്? ഞങ്ങൾ തമ്മിൽ പാര വെച്ചതിന്, ഞങ്ങൾ തമ്മിൽ പിണങ്ങിയതിന് എന്തിനാ പരിശുദ്ധാത്മാവ് ദുഃഖിക്കുന്നതെന്നറിയാമോ? പരിശുദ്ധാത്മാവ് ദുഃഖിക്കുന്നതിൻ്റെ ദൈവശാസ്ത്രം, എന്നിൽ വസിക്കുന്ന അതേ പരിശുദ്ധാത്മാവ് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ വസിക്കുന്നത്. ഞാൻ അദ്ദേഹത്തെ പിണക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ ആത്മാവിനെയാണ് ഞാൻ അവഗണിക്കുന്നത്. അദ്ദേഹം എനിക്ക് പാര വയ്ക്കുമ്പോൾ എൻ്റെ ഉള്ളിലെ ആത്മാവിനെ അദ്ദേഹം അവഗണിക്കുന്നത്. അങ്ങനെ വരുമ്പം ദൈവദാസന്മാർ തമ്മിൽ പ്രതിസന്ധി ആയാൽ ദുഃഖിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. പോറ്റി വളർത്തിയ 2 മക്കൾ തമ്മിൽ മുറ്റത്ത് തല്ലുകൂടുമ്പോൾ വേദനിക്കുന്ന ആരുടെ മനസ്സാന്ന് പറ? അമ്മയുടെ മനസ്സല്ലേ, അപ്പൻ്റെ മനസ്സല്ലേ? എന്നതുപോലെയാ ഞങ്ങൾ 2 പേരിലും വസിക്കുന്ന ആത്മാവിനെ ഞങ്ങൾ അവഗണിക്കുമ്പോഴാണ് ആത്മീക ദുഃഖം ആത്മാവിനുണ്ടാവുക. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാൻ പാടില്ല ജീവിതത്തിൽ ഒരിക്കലും. ആണും പെണ്ണും ശ്രദ്ധിക്കണം. നമ്മൾ പറയുന്ന വാക്ക്, ചെയ്യുന്ന പ്രവൃത്തിയിൽ പരിശുദ്ധാത്മാവ് സംപ്രീതമാണോ അതോ പരിശുദ്ധാത്മാവ് ദുഃഖിക്കുന്നുണ്ടോ എന്നറിയണം. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചാൽ 2 ദോഷങ്ങളാകട്ടോ. സംയുക്ത സഭായോഗത്തിൽ മറക്കാതെ കൊണ്ടുപോകണേ ഈ ചിന്തകൾ. പരിശുദ്ധാത്മാവിനെ ഒരാൾ ദുഃഖിപ്പിച്ചാൽ 2 ദോഷങ്ങളുണ്ടാവും. 1-ാമത്തെ ദോഷം ഈ വായിച്ച വാക്യത്തിൽ തന്നെയുണ്ട്. വീണ്ടെടുപ്പ് നടക്കാതെ പോവും. ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് എന്തോ ചെയ്യത്തില്ല? അവനാലല്ലോ നിങ്ങളെ വീണ്ടെടുപ്പിൻ നാളിനായി എന്ത് ചെയ്തിരിക്കുന്നു? മുദ്രയിട്ടിരിക്കുന്നു. ആ മുദ്രയിട്ടിരിക്കുന്നത് വീണ്ടെടുപ്പിൻ നാളിലേക്ക് വേണ്ടിയാണ്. പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്ന വീണ്ടെടുപ്പിൻ നാളിലേക്ക് വേണ്ടിയാ. അത് കർത്താവിൻ്റെ പുനരാഗമനത്തിലാ സംഭവിക്കുക. പുനരാഗമനത്തിലാ നമ്മുടെ ദേഹത്തിൻ്റെ വീണ്ടെടുപ്പ്. അതിനുവേണ്ടി നമ്മളെ മുദ്രയിട്ടിരിക്കുക. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചാൽ അത് നടക്കത്തില്ലെന്നായി പറഞ്ഞു വരുന്നതിൻ്റെ ആശയം.
ഒന്നാം പുനരുത്ഥാനത്തിൽ പങ്കില്ലാത്തവരെ ഇവിടെ തന്നെ ഉപേക്ഷിക്കപ്പെടേണ്ടി വരും. മണ്ണിൽ വിലയം പ്രാപിച്ച് കിടക്കണം. പിന്നെയും ഒന്നാം പുനരുത്ഥാനത്തിൽ പങ്കില്ലാതെ വരും. അതാണ് ആത്മാവിനെ ദുഃഖിപ്പിച്ചാലുള്ള കുഴപ്പം. അപ്പം അവരനെ പാര വയ്ക്കുക, അവരനോട് ദേഷ്യപ്പെടുക, അവരുമായിട്ട് കസേര കളിക്കുക, സാമ്പത്തിക ക്രമക്കേട് കാണിക്കുക, ഇതൊക്കെ ചെയ്താൽ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുക. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? പ്രൈസ് ദി ലോർഡ്. ഇനി രണ്ടാമത്തെ ദോഷം എന്താണെന്നറിയാമോ? ആർക്കെങ്കിലും പറഞ്ഞു തരാമോ ആ വാക്യം? അവർ പരിശുദ്ധാത്മാവിനോട് മറുത്തു നിന്നു, അതുകൊണ്ട് ദൈവം അവർക്ക് ശത്രുവായി മാറി. പരിശുദ്ധാത്മാവിനോട് മറുത്തു നിൽക്കുന്നവരോട് ദൈവം ആരായി മാറുമെന്ന? ശത്രുവായി മാറും. ദൈവം ശത്രുവായ പിന്നെ മിത്രമാകാൻ ആർക്ക് പറ്റും? ദൈവം പിണങ്ങിയാലും കുഴപ്പമില്ല, ഞാനുണ്ട് നിന്റെ കൂടെ എന്ന് പറഞ്ഞ് നിൽക്കാൻ തൻ്റെ ഇടമുള്ള ആരുണ്ടെന്ന് പറ. ദൈവം പിണങ്ങിയാൽ തീർന്നു ജീവിതം. ദൈവം നമ്മളോട് പിണങ്ങിയാൽ പിന്നെ കയറി നിൽക്കാൻ സാധ്യതയുള്ള ഒരേ ഒരു ദൈവം ഈ ലോകത്തിന് ദൈവമായ പിശാചാണ്. ആ പിശാച് നമ്മെ സഹായിക്കാനല്ല വരുന്നത്, നിന്നെ തളർത്താൻ, നിന്നെ നാശിപ്പിക്കാനാണ് വരിക. അതുകൊണ്ട് ദൈവം പിണങ്ങരുത് ജീവിതത്തിൽ. ദൈവം പിണങ്ങുന്നത് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുമ്പോഴാണ്. വാക്യമറിയാമോ? യെശയ്യാപ്രവചനം 63:10 വാക്യമാണ്. സഭയെ പഠിപ്പിക്കാൻ ദൈവദാസന്മാരെ നിങ്ങളുടെ ഇടവകയെ നന്നായി പഠിപ്പിക്കണം. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാത്തൊരു ക്രിസ്തീയ ജീവിതം. പരിശുദ്ധാത്മാവ് ദുഃഖിക്കുന്ന പല സന്ദർഭങ്ങളുണ്ട്. വചനം നമ്മളെ കേൾപ്പിക്കുമ്പോൾ വചനത്തോട് മറുതലിച്ചാൽ പരിശുദ്ധാത്മാവ് ദുഃഖിപ്പിക്കും. കാരണം വചനം കേൾക്കുന്നവൻ്റെ ഉൾത്തടത്തിൽ ചൈതന്യം കൊടുക്കേണ്ടതിനും ആ വചനത്തെ ആവശ്യബോധമാണെന്ന് നമുക്ക് തെரியപ്പെടുത്തുന്നത് പരിശുദ്ധാത്മാവാണ്. എന്നിട്ടും വചനത്തിന് മുമ്പിൽ കേൾക്കാതെ ഉറങ്ങിയിരിക്കുക, മാന്യത്തോടിരിക്കുക, വചനത്തെ വേണ്ടും വിധത്തിൽ അനുസരിക്കാതിരിക്കുക. വേദപുസ്തകം രാവിലെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന തുറന്ന പോലും ഇല്ല, ഇതുവരെ അതങ്ങനെ അടച്ച് മുദ്രയിട്ട് വെച്ചേക്കുക. ഇതൊക്കെ പരിശുദ്ധാത്മാവിന് ദുഃഖം ഉണ്ടാക്കുന്ന കാര്യം. പിന്നെ എന്തിനാ ഇവൾ ഈ പുത്തം ചുമന്നുകൊണ്ട് വന്നതെന്ന് പരിശുദ്ധാത്മാവ് ചോദിച്ചാൽ മറുപടി പറയാൻ പറ്റുമോ? സങ്കീർത്തനം നമുക്ക് വായിക്കാമെന്ന് പറഞ്ഞപ്പോൾ തുറന്നതാ, പിന്നെ അടച്ച് മുദ്രയിട്ടതാ, പിന്നെ തുറന്നിട്ടില്ല. ഇത്രയും വാക്യങ്ങൾ പറഞ്ഞിട്ടും അതൊക്കെ ആത്മാവിന് ദുഃഖമാണെന്ന്. കാരണം സഭയെ നടത്തുന്ന ആരാ? പരിശുദ്ധാത്മാവ്. ഇത്ര നേരം വചനം ശുശ്രൂഷിച്ചിട്ട് ഒരു സ്വോത്രം വായി കൊണ്ട് പറയാത്ത പുള്ളിയിൽ പരിശുദ്ധാത്മാവ് സന്തോഷിക്കുമോ? നോ, സന്തോഷിക്കത്തില്ല. വചനം ഏറ്റെടുക്കാതിരുന്നാൽ, വചനം കേൾക്കാതിരുന്നാൽ, കേട്ടത് ഉപകാരമാകാതിരുന്നാൽ, കേട്ടത് വിശ്വാസമായി പരിണമിക്കാതെ പോയാൽ പരിശുദ്ധാത്മാവിൻ്റെ ദുഃഖമാണ്. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചാൽ ദൈവം നമുക്ക് ശത്രുവായി മാറും. എത്ര പേർക്ക് ബോധ്യമായി? യെശയ്യാപ്രവചനം 63:10 മറക്കരുത്. ജീവിതത്തിൽ എന്നും സൂക്ഷിക്കേണ്ട വാക്യമാണ്. എൻ്റെ ജീവിതം പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നതാകരുത്. എൻ്റെ ജീവിതം പരിശുദ്ധാത്മാവിനെ സന്തോഷിപ്പിക്കുന്നതാകണം. സഭയെ തട്ടിത്തലൂടി തഴുകി നടത്തിക്കൊണ്ടു പോകുവാൻ ദൈവം തന്നിരിക്കുന്നത് പരിശുദ്ധാത്മാവിനെയാണ്. ആ പരിശുദ്ധാത്മാവ് എൻ്റെ നിലപാട് നിമിത്തം ദുഃഖിക്കരുതെന്നുള്ള വീണ്ടും വിചാരത്തോടെ ജീവിക്കാൻ നമുക്ക് കഴിയട്ടെ. 4-ാം അധ്യായം ഞാൻ അങ്ങനെ അവസാനിപ്പിക്കുകയാണ്. 5-ാം അധ്യായത്തിലേക്ക് വരാം. 5-ാം അധ്യായത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ശ്രദ്ധിച്ചു കേട്ടെ. 5-ാം അധ്യായത്തിൽ നമ്മോടുള്ള ശക്തമായ ദൂത്, വിളിക്ക് യോഗ്യമായി നാം എങ്ങനെ നടക്കണം. 26-ാമത് വാക്യം നോക്കിക്കേ. സഭയോടുള്ള ദൂതായതുകൊണ്ട് വ്യക്തിപരമാണെങ്കിൽ വേറെ ഒത്തിരി വാക്യങ്ങളുണ്ട് 5-ൽ. പക്ഷേ 26-ാമത് വാക്യം, അവനവളെ വചനത്തോടുകൂടിയ ജലസ്നാനത്തിൽ എന്ന് പറഞ്ഞാൽ വചനത്തോടുകൂടെ കഴുകി വെടിപ്പാക്കി ശുദ്ധയും നിഷ്കളങ്കയും കറചൊളുക്കം വാട്ടം മാലിന്യം ഒന്നുമില്ലാതെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനെ നിർത്തിയിരിക്കുകയാണ്. സഭ അങ്ങനെ നിൽക്കണം. ഒരു ദോഷവും പറയാനില്ലാത്ത നിലയിൽ, ലോകവുമായി ബന്ധമില്ലാത്ത വിധം അഭിഷേകത്തിൻ്റെ ജീവിതത്തിൻ്റെ തനിമ നിലനിർത്തിക്കൊണ്ട് തന്നെ മുൻപോട്ട് പോകാൻ കഴിയണം. മനസ്സിലാകുന്നവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. അഭിഷേകത്തിൻ്റെ ശക്തിയുടെ വ്യാപാരം ഏറ്റെടുത്ത ഒരൊറ്റ ദൈവവൈതലും ലോകത്തിലേക്ക് ഇറങ്ങിപ്പോകാതെ കൃപയിൽ നിൽക്കാൻ കഴിയണം. വചനത്താലുള്ള നീർക്കുളി, അങ്ങനെയാണ് തമിഴ് ബൈബിൾ കൊടുത്തിരിക്കുന്നത്. വചനം കൊണ്ടുള്ള കഴുകൽ, വചനം കൊണ്ടുള്ള നീർക്കുളി കൊണ്ട്. മലയാള ബൈബിളിൽ ജലസ്നാനം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതല്ല, വചനം കൊണ്ടുള്ള നീർക്കുളി. അതാണ് വചനത്താലുള്ള കഴുകപ്പെടൽ. ദിനംതോറും വചനം കൊണ്ട് കഴുകപ്പെടണം. സംയുക്ത സഭായോഗത്തിൽ മാത്രമല്ല, പ്രാദേശിക സഭയുടെ സഭായോഗത്തിലും സഭയുടെ എല്ലാ യോഗങ്ങളിലും മുഴങ്ങുന്ന ദൈവത്തിൻ്റെ വചനം കൊണ്ട് നമ്മളെ തന്നെ എന്തോ ചെയ്യണം? കഴുകണം, ശുദ്ധീകരിക്കണം. അങ്ങനെ തേജസ്സോടെ നാം നിർത്തണം. തേജസ് നഷ്ടപ്പെട്ടു പോകരുത് എന്ന് പറഞ്ഞാൽ പ്രാഗൽഭ്യം നഷ്ടപ്പെട്ടു പോകാതെ എല്ലാവരുടെയും മുമ്പിൽ എല്ലായ്പ്പോഴും തലയെടുപ്പോടെ നിൽക്കാനാണ് നമ്മെ വിളിച്ചിരിക്കുന്നത്. ബോധ്യമായവർ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. 6-ാം അധ്യായത്തിലേക്ക് വരാം. 6-ാം അധ്യായത്തിൽ നമ്മുടെ വിളി എന്തുവാണെന്നറിയാമോ? എന്തിനാണ് നമ്മെ വിളിച്ചിരിക്കുന്നത്? വായിച്ചേ 10-ാമത് വാക്യം, 6-ന്റെ 10-ാം വാക്യം. ഒടുവിൽ കർത്താവിലും അവന്റെ അമിതബലത്തിലും ശക്തിപ്പെടുവിൻ. വിളിക്ക് യോഗ്യമാകും വണ്ണം നിലനിൽക്കണമെങ്കിൽ അമിതബലത്തിന്റെ പ്രാപണമുണ്ടാകണം.
അമിതബലം പ്രാപിക്കണം. അന്യഭാഷ പറയാൻ വേണ്ടി മാത്രം അല്പശക്തി പോരാ, അമിതബലം പ്രാപിക്കണം. അമിതബലം എന്നുള്ള മലയാള പ്രയോഗത്തിൻ്റെ തനിമയാർന്ന പ്രയോഗം ദ മൈറ്റി പവർ എന്നാണ്. ദ മൈറ്റി പവർ. എഫെസ് ലേഖനത്തിൽ 2 പ്രാവശ്യം ദൈവശക്തിയെക്കുറിച്ച് വ്യത്യസ്തമായ പേരുകളിൽ നമ്മോട് പറയുന്നുണ്ട്. എഫെസ് ലേഖനം 1:19-20 പറയുന്നത് അളവറ്റ വലിപ്പമെന്നാണ്. കണ്ടോ, അളവറ്റ വലിപ്പം. അതിൻ്റെ ഇംഗ്ലീഷ് വേർഡ് ദ എക്സീഡിങ് ഗ്രേറ്റ് പവർ. ദ എക്സീഡിങ് ഗ്രേറ്റ് പവർ. 1:19 പറയുന്ന എക്സീഡിങ് ഗ്രേറ്റ് പവർ 20-ാം വാക്യത്തിലെത്തുമ്പോൾ ദ റിസറക്റ്റഡ് പവറായി മാറുന്നുണ്ട്. റിസറക്ഷൻ പവറായി പുനരുത്ഥാന ശക്തിയായി മാറുന്നുണ്ട്. നമ്മളെ അടച്ചു വച്ചിരിക്കുന്ന ഇടത്ത് നിന്ന് പുറത്തു കൊണ്ടുവരുന്ന ശക്തിയാണ് ദ എക്സീഡിങ് ഗ്രേറ്റ് പവർ. മനസ്സിലാകുന്നുണ്ടോ? നമ്മളിനി ഇല്ല, ഒരു ദുർവ്യാധി പിടിച്ച് അവൾ കിടപ്പിലായിപ്പോയി, അവൻ കിടപ്പിലായിപ്പോയി, ഇനി അവൻ പ്രസംഗിക്കത്തില്ല, ഇനി അവൻ എഴുന്നേക്കത്തില്ല എന്നൊക്കെ ശത്രു പറഞ്ഞ ഇടത്ത് നിന്ന് വീണ്ടും നമ്മെ കരുത്തോടെ കൊണ്ടുവരുന്ന ശക്തിയാണ് പുനരുത്ഥാനത്തിൻ്റെ ശക്തി. വാതിൽ അടച്ചു വെച്ച് വാദിക്കുന്ന ചില പോരുകളുണ്ട്. തച്ചിന് കുത്തിയിരുന്ന് ചെയ്തു കൂട്ടുന്ന ദുർമന്ത്രവാദത്തിൻ്റെ പോരുകൾ, വിളിച്ചു ചൊല്ലലുകൾ, നേർച്ച കാഴ്ചകൾ, അർപ്പണങ്ങൾ, തർപ്പണങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതിനെയെല്ലാം വകഞ്ഞു മാറ്റി നമ്മെ പുറത്തു കൊണ്ടുവരാൻ കഴിയുന്ന ശക്തിയാണ് ദ റിസറക്ഷൻ പവർ. അത് പ്രാപിക്കാനാണ് നമ്മെ വിളിച്ചിരിക്കുന്നത്. 6:10 പറയുന്നത് ഒടുവിൽ. സംയുക്ത സഭായോഗത്തിൽ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഒരുമിച്ച് സംഗമിച്ചിരിക്കുന്ന എല്ലാ പ്രാദേശിക സഭകളിലുമുള്ള മുഴുവൻ ആളുകളും കേൾക്കണം. 6:10 വാക്യം ഒടുവിൽ. അമിതബലത്തെക്കുറിച്ച് ദൈവദാസന്മാർ വാദോരാതെ പറയാറുണ്ട്. എന്നാലും അവരെല്ലാം മനഃപൂർവ്വം വിട്ടുകളയുന്നൊരു പദത്തെ ഞാൻ എടുക്കുന്നു, ഒടുവിൽ. സ്തോത്രം. ഫൈനലി എന്നൊരു പ്രയോഗമുണ്ട്. ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിതബലത്തിലും. ഇംഗ്ലീഷ് ബൈബിളിൽ പറയുന്ന, ഗ്രീക്ക് ബൈബിളിലും ഉണ്ട് ഒടുവിൽ എന്ന് പറയുന്ന. ഫൈനലി, ഏറ്റവും ഒടുവിൽ. ആ ഒടുവിൽ എന്ന് പറഞ്ഞാൽ ഏതാണെന്നറിയാമോ? ജനറൽ കൺവെൻഷൻ്റെ ഒടുവിൽ എന്നാണോ അർത്ഥം? ആണോ? സംയുക്ത സഭായോഗത്തിൻ്റെ ഒടുവിൽ എന്നാണോ അർത്ഥം? ആയുസിൻ്റെ ഒടുവിൽ എന്നാണോ? ആഴ്ചയുടെ ഒടുവിൽ, മാസത്തിൻ്റെ ഒടുവിൽ എന്നാണോ? അല്ലല്ല. പിന്നെ എന്താ ഒടുവിൽ? ഒടുവിലെന്നറിയുവാൻ ഞാൻ ചില വാക്യങ്ങൾ പറഞ്ഞു തന്ന് വാക്കുകളെ അവസാനിപ്പിക്കാം. സ്തോത്രം. ഒടുവിൽ എന്ന് പറഞ്ഞാൽ ഈ സംഘടനയിലുള്ള മുഴുവൻ പ്രിയപ്പെട്ടവരും അവരുടെ ജീവിതത്തിൻ്റെ തലങ്ങളെ വ്യത്യസ്തമായിട്ടൊന്ന് കാണണം. 5-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യം മുതൽ 6:9 വരെ 10 പേരെ വിളിക്കുന്നുണ്ട്, പേര് വിളിക്കുന്നുണ്ട്. പേരെന്ന് പറഞ്ഞാൽ അവരുടെ ഔദ്യോഗിക തസ്തികയെ വിളിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ റെഫറൻസ് ഓർത്തിരിക്കണം. 5:22 മുതൽ 6:9 വരെ 10 പേരെ വിളിക്കുന്നുണ്ട്. ആ 10 പേരെ വിളിച്ചിട്ടാണ് 6:10 പറയുന്നത് ഒടുവിൽ അമിതബലം തരാം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ഈ 10 തസ്തികയിലുള്ളവരും ക്രമീകരണം പ്രാപിച്ചതിന് ഒടുവിൽ അമിതബലം തരാം. സ്തോത്രം. ഈ സംയുക്ത സഭായോഗം കഴിഞ്ഞ് ജനറൽ കൺവെൻഷൻ കഴിഞ്ഞ് മടങ്ങിപ്പോകുമ്പോൾ ക്രമീകരണത്തോടെ പോയാൽ അമിതബലം കൊണ്ടുപോകാം. 22-ാം വാക്യം വായിച്ച്. 22-ാം വാക്യം 5:22. ഭാര്യമാരെ, മനവികളെ മതി. മനവികളെ എന്നൊരൊറ്റ വിളി, ഭാര്യമാരെ എന്നൊരൊറ്റ വിളി. അമിതബലം തരാം നിങ്ങൾക്ക്. ഭാര്യമാരെല്ലാം ശ്രദ്ധിച്ചോണം. അമിതബലം തരാം. എപ്പോഴാ? ക്രമീകരണത്തിനൊടുവിൽ. നിങ്ങളുടെ ഭർത്താവിനോടുള്ള നിങ്ങളുടെ ബന്ധം സുതാര്യമാക്കിയതിനൊടുവിൽ. ഭർത്താവിൻ്റെ നേരെ ചൂലും കെട്ടും കൊണ്ട് ചാടുന്ന ഒരു ഭാര്യയ്ക്ക് അമിതബലം കൊടുത്താലുള്ള ഗുണം എന്താണെന്ന് പറ. ഭർത്താവിനെ ഒരു നിലയിലും അംഗീകരിക്കാത്ത, അനുസരിക്കാത്ത, കീഴ്പ്പെടാത്ത, സ്നേഹിക്കാത്ത, ഭർത്താവിന് വിധേയപ്പെടാത്ത ഒരു ഭാര്യയ്ക്ക് അമിതബലം കൊടുക്കുന്നുണ്ട് വല്ല ഗുണമുണ്ടോ? ഒരു ഗുണവുമില്ല. അതുകൊണ്ട് പറയുക, ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താവിനെ എന്തോ ചെയ്യണമെന്നാ? കീഴ്പ്പെടണം, അനുസരിക്കണം, വിധേയപ്പെടണം. നിങ്ങളെല്ലാം തലയിൽ ഈ മൂടുപടം, കുരുന്നുകൾ വരെ തലയിൽ മൂടുപടം ഇട്ടുകൊണ്ടിരിക്കുന്നു. എന്താണ് അതിൻ്റെ കാരണം? അതിൻ്റെ ദൈവശാസ്ത്രം എന്താ? എനിക്ക് മീതെ ഒരു പുരുഷൻ തലയായിട്ടുണ്ട്. ആ പുരുഷൻ്റെ തല ക്രിസ്തുവാണ്. ആ ക്രിസ്തുവിൻ്റെ തല ദൈവമാണ്. ചുരുക്കി പറഞ്ഞാൽ 3 തലയ്ക്ക് ഞാൻ വിധേയപ്പെട്ടിരിക്കുന്നു. അതാണ് ഈ മൂടുപടമെന്ന് പറയുന്നത്. വിധേയത്വമാണ്, വിനീത വിധേയത്വമാണ്. മനസ്സിലായില്ലേ? പുരുഷനേക്കാൾ മെച്ചമായ പലതും ചിലതും നിങ്ങളെക്കൊണ്ടേ പറ്റത്തുള്ളൂ. ഗർഭധാരണം, മുലയൂട്ടൽ, കുഞ്ഞിനെ പരിചരിക്കുക,
പുരുഷനുണ്ടാക്കുന്ന വീടിനെ ഭവനമാക്കി പരിചരിക്കുക, അതിനകത്ത് ആത്മീയത നിലനിർത്തുക, സന്ധ്യപ്രാർത്ഥനയുടെ കൃത്യത, പ്രഭാത പ്രാർത്ഥനയുടെ കൃത്യത, കണ്ടോ, ദൈവസഭയുമായിട്ടുള്ള ഉത്തരവാദിത്വങ്ങൾ, ഇതെല്ലാം ദശാംശം, സ്തോത്രകാഴ്ച, മനഃപൂർവ്വ ദാനങ്ങൾ, ഇതെല്ലാം ഭാര്യയുടെ ചുമതലയാണ്, അമ്മയുടെ ചുമതലയാണ്. പക്ഷേ ഒരു കാര്യം ഓർത്തോണം, പുരുഷന് കീഴ്പ്പെട്ട ഇതൊക്കെ ചെയ്യാൻ പറ്റും. അങ്ങനെ വിധേയപ്പെട്ടതിനൊടുവിൽ എന്തോ തരാം? അമിതബലം തരാം. ഭർത്താവുമായിട്ട് ചണ്ടയുണ്ടാക്കുന്ന ഭാര്യയ്ക്ക് അമിതബലം കിട്ടത്തില്ല. അതാണ് ക്രമീകരണം എന്ന് പറയും. ദുശീലവും ശണ്ടയുമുള്ള ഭാര്യയോടുകൂടെ വീട്ടിൽ താമസിക്കുന്നതിനേക്കാൾ എവിടെ പോയി താമസിക്കുന്ന നല്ലത്? എങ്ങനെ ബാക്കി പറ. ദുശീലവും ശണ്ടയുമുള്ള ഭാര്യയോടുകൂടെ വീട്ടിൽ പാർക്കുന്നതിനേക്കാൾ എവിടെ പോകണം? നിർജ്ജന പ്രദേശത്ത് പോകണം. തമിഴിലെങ്ങനെയെന്ന് എനിക്കറിയില്ല. നിർജ്ജന പ്രദേശം, മരുഭൂമി, പാറപ്പുറത്ത് പോയി പുരുഷന്മാർ കിടക്കുന്ന കണ്ടിട്ടുണ്ടോ? മലർന്ന് കടൽ തീരത്തും കായൽ തീരത്തും ആറ്റുതീരത്തും ഒക്കെ പോയി കിടക്കുന്ന കണ്ടിട്ടുണ്ടോ? എന്താ സംഭവം? കാറ്റ് കൊള്ളാൻ വന്നതെന്നാ പറയും. അതിനാ വീട്ടിൽ ഫാനില്ലേ? വീട്ടിൽ ഫാനുണ്ട്, പക്ഷേ ഫാൻ കറങ്ങുന്നതിനേക്കാൾ സ്പീഡിൽ കറങ്ങുന്ന വേറൊരു സാധനമുണ്ട് വീട്ടിൽ. ഒരു രക്ഷയില്ല, ഒരു സമാധാനവും ഇല്ല. അതുകൊണ്ടാണ് പുരുഷൻ വീട് വിട്ട് എവിടെയെങ്കിലും സ്വസ്ഥത തേടി പോകുന്നത്. അങ്ങനൊരു സ്ത്രീക്ക് അമിതബലം കിട്ടത്തില്ലെന്നായി പറഞ്ഞേ. അതുകൊണ്ട് ആദ്യം പറയുക, ഭാര്യമാരെ അമിതബലം തരാം. എന്തോ ചെയ്താൽ? നിങ്ങളുടെ ഭർത്താവിനെ അനുസരിച്ചാൽ, സ്നേഹിച്ചാൽ. ഇനി 25-ാം വാക്യം വായിച്ചേ. ഭർത്താക്കന്മാരെ എന്ന് പറഞ്ഞാൽ തുടങ്ങുക. 25-ാം വാക്യം. ഭർത്താക്കന്മാർ ഭാര്യയെ സ്നേഹിക്കാൻ, ഭാര്യയോട് ചേർന്നിരിക്കാൻ, അവളെ ഇഷ്ടാനിഷ്ടങ്ങളെ തിരിച്ചറിയാൻ, അവളെ ഹൃദയം കൊണ്ട് സ്നേഹിപ്പാൻ കഴിയാത്ത അവിശ്വസ്തനായൊരു ഭർത്താവിന് അമിതബലം കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? നോ. വീട് വിട്ട്, നാട് വിട്ട്, കൂട് വിട്ട്, മാതാപിതാക്കളെ വിട്ട്, ജനിച്ച സാഹചര്യങ്ങളെ വിട്ട്, അവളെ വളർത്തി വലുതാക്കിയ പ്രകൃതിയുടെ പരിതസ്ഥിതി വിട്ട്, ഒരിക്കലും പരിചയമില്ലാത്ത, അന്നേരം വീട്ടുകാർ കൊണ്ട് പരിചയപ്പെടുത്തിയ ഒരു പുരുഷനോടൊപ്പം ജീവിക്കാൻ തുനിഞ്ഞിറങ്ങിയ ഒരു സ്ത്രീയെ, ഒരു യുവതിയെ ജീവിതകാലം മുഴുവനും നെഞ്ചോട് ചേർത്ത് കരവലയത്തിൽ ഒതുക്കി സ്നേഹത്തോടെ സംരക്ഷിക്കാൻ കഴിയാത്ത ഒരു ഭർത്താവിനും എന്തോ കിട്ടത്തില്ല? അമിതബലം കിട്ടത്തില്ല. സഭ നന്നാക്കാനും, നാട് നന്നാക്കാനും, കുടുംബം നന്നാക്കാനും ഒക്കെ ഇങ്ങനെ ഓടിപ്പാഞ്ഞു പോകുന്നതിനിടയിൽ ഭാര്യ ഊർന്നു പോകുന്നു കൈവിരലുകളിൽ നിന്ന്, ഓർമ്മയിൽ നിന്ന് ഭാര്യ അകന്നു പോകുന്നു. അങ്ങനെയുള്ളവർക്കൊന്നും എന്തോ കിട്ടത്തില്ലെന്ന്? അമിതബലം. അപ്പോൾ അമിതബലം എപ്പോഴാണ് കിട്ടുക? ക്രമീകരണത്തിനൊടുവിൽ. ആരൊക്കെ ക്രമീകരണത്തിലേക്ക് വരണം? ഭാര്യ. പിന്നെ ആര് വരണം? ഭർത്താവ്. വ്യക്തിപരമായി ഓരോരുത്തരും. എല്ലാ സഭകളെയും കൂടെ ഒരുമിച്ച് ഇങ്ങനെ കിട്ടുന്ന നേരത്തല്ലാതെ ഇതൊക്കെ പിന്നെ എപ്പോൾ വന്ന് പറയാനാ? എല്ലാ സഭകളിലും വന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. നിങ്ങൾ ഒരുമിച്ച് കിട്ടിയപ്പോൾ പറയുകയാണ്, ഭാര്യ നന്നായാൽ അമിതബലം, ഭർത്താവ് നന്നായാൽ അമിതബലം. എത്ര പേർക്ക് സ്വത്രം പറയാൻ പറ്റും? ഗുഡ്. ഇനി 6-ാം അധ്യായം 1-ാം വാക്യം വായിച്ച്. 6-ന്റെ 1. മക്കളെ. മക്കളെ എന്ന് പറയുമ്പോൾ 2 പേരുണ്ട് അതിനകത്ത്. മകളെ, മകനെ. മകൾ പിഴയ്ക്കരുത്, മകൻ പിഴച്ചു പോകരുത്. ആത്മീയ കുടുംബങ്ങളിലെ ആൺകുട്ടികൾ ദുശീലമുള്ളവരായി മാറരുത്. ശഠനും മത്സരിയും അനുസരണം കെട്ടവനും തിന്നിയും കുട്ടിയനുമായി മാറിപ്പോകരുത്. അങ്ങനൊരുവൻ ഉണ്ടെങ്കിൽ അവനെ അപ്പനും അമ്മയും കൂടെ പേടിച്ച് മൂപ്പന്മാരുടെ കൊണ്ടു കൊടുക്കണം. മൂപ്പൻ അവനെ നിർഗുണ പരിപാഠശാലയിൽ വിടുവെന്നല്ല, അവനെ പാളയത്തിന് പുറത്തു കൊണ്ടുവന്ന് കല്ലെറിഞ്ഞ് കൊന്നുകളയും. അനുസരണം കെട്ട മകനെ. ന്യായപ്രമാണത്തിൻ്റെ തത്വമതാ. ഒരു വീട്ടിലൊരു പെൺകുട്ടിയെ വളർത്തി വലുതാക്കി അവളെ സമയമായപ്പോൾ പിഴച്ചുപോയെന്നിരിക്കട്ടെ, ദുർനടപ്പ് ചെയ്ത് ആരാണ്ടുമായിട്ട് അവിഹിത ബന്ധത്തിൽ ഏർപ്പെട്ട് അപ്പനെ മറന്ന് അമ്മയെ മറന്ന് വീട് വിട്ട് കണ്ടതുപോലെ ഇറങ്ങിപ്പോയാൽ ന്യായപ്രമാണപ്രകാരം ആ പെൺകുഞ്ഞിനെ വെച്ചേക്കരുത്. അവളെ എവിടെ കൊണ്ടുചെല്ലണം? പുരോഹിതൻ്റെ കയ്യിൽ കൊണ്ട് കൊടുക്കണം. പുരോഹിതൻ അവളെ പാളയത്തിന് പുറത്ത് കൊണ്ടുപോയി കത്തിച്ച് കളയും. അതാണ് ന്യായപ്രമാണം. പെൺകുട്ടിയെ കത്തിച്ച് കളയണമെന്നുള്ള വാക്യം അറിയാമോ? ലേവിയ 21-ന്റെ 9-ാം വാക്യം. കുഞ്ഞുങ്ങളൊക്കെ ഓർത്തിരുന്നോണം. ആണും പെണ്ണും പിഴച്ചു പോയാലുള്ള ന്യായപ്രമാണത്തിൻ്റെ കൊടിയ ശിക്ഷാവിധി കണ്ടോ? അപ്പനും അമ്മയും പ്രാർത്ഥിക്കുന്നവരെ പെന്തക്കോസ്ത ഗിൽഗാലാണ് എന്നൊക്കെ പറയുമ്പോഴും പെണ്ണ് പിഴച്ചു പോയാൽ, സ്കൂളിൽ അവളുടെ തലം തെറ്റിപ്പോയി, ആത്മീയ ജീവിതം തകർന്നുപോയി, കോളേജിൽ അവൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഇറങ്ങിപ്പോയി, വാട്സപ്പ്, യൂട്യൂബ്, ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റഗ്രാം അടക്കമുള്ള സോഷ്യൽ മീഡിയയിൽ തെന്നി ചവിട്ടി വീണ് മൂക്കും കുത്തി പ്രാർത്ഥന കളഞ്ഞു, ആത്മീയത കളഞ്ഞു, അപ്പന് പുറത്തിറങ്ങാൻ പറ്റാതെയായി, അമ്മയ്ക്ക് പുറത്തിറങ്ങാൻ പറ്റാതെയായി. അങ്ങനെ ഒരു പെങ്കൊച്ചുണ്ടെങ്കിൽ ന്യായപ്രമാണം പറയുന്നു അവളെ എന്തോ ചെയ്യണമെന്നാ? ചുട്ടുകളയണം. ലേവ്യ 21-9 നോക്ക നിങ്ങൾ. പുരോഹിതന്റെ മകൾ പിഴച്ചു പോയാൽ, ദുർനടപ്പ് ചെയ്ത് പിഴച്ചു പോയാൽ അവളെ എന്തോ ചെയ്യണം? കല്ലെറിഞ്ഞ് കൊന്നുകളയണം.
നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ വളരെ കരുതലോടെ പ്രാർത്ഥിച്ചോണം അവരുടെ ജീവിതത്തിൽ പിഴവ് വരാതിരിക്കാൻ. എത്ര പേർക്ക് സ്വോത്രം പറയാൻ പറ്റും? നമ്മുടെ കാലശേഷം വീട്ടിൽ ആത്മീയത നിലനിൽക്കണമെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വളരെ പ്രാർത്ഥിച്ചോണം. നിങ്ങളുടെ ATM കാർഡ് ഒരു പക്ഷേ അവരുടെ കൈ കൊടുത്തിട്ടുണ്ടാവും ഇഷ്ടം പോലെ കൈകാര്യം ചെയ്യാൻ. പക്ഷേ അവരുടെ ആത്മീയത പന്താടി പോകരുത്, പിശാച് അവരെ തകർക്കരുത്. നമ്മുടെ കുഞ്ഞുങ്ങളെ നേടാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ ആത്മീയത കൊണ്ട് പ്രയോജനമില്ലാതെ വരും. മക്കളെ നേടാൻ പറ്റണം. പെണ്ണ് പിഴയ്ക്കരുത്, പിഴച്ചാൽ അവളെ കല്ലെറിഞ്ഞ് കൊന്നുകളയണമെന്ന് ന്യായപ്രമാണം. ആൺകുട്ടി പിഴച്ചു പോകരുത്. ശഠനും മത്സരിയുമായ മകൻ ഒരുത്തനുണ്ടെങ്കിൽ പിടിച്ച് പുരോഹിതന്റെ അടുക്കൽ കൊണ്ടുചെല്ലണം. പാളയത്തിന് പുറത്തു കൊണ്ടുവന്ന് കല്ലെറിഞ്ഞ് കൊന്നുകളയും. ആവർത്തനം 21:18 വാക്യം. ആവർത്തനം 21:18. ആൺകുട്ടി പിഴച്ചു പോയാൽ ശിക്ഷാ നടപടി. പഴയ നിയമമായത്. പക്ഷേ പുതിയ നിയമത്തിൽ യേശു മഹാകരുണാസമ്പന്നനായതുകൊണ്ട് നമ്മെ മാനസാന്തരത്തിലേക്ക് നയിപ്പാൻ ആഗ്രഹിച്ചതുകൊണ്ട് വീട് വിട്ടിറങ്ങിപ്പോയവൻ മടങ്ങി വരുന്നത് വരെ വാതിൽപ്പടിയിൽ കാത്തിരിക്കുന്നത് അറിയാമോ? കുഞ്ഞുങ്ങളോട് ഞാൻ പറയാം, പെൺകുഞ്ഞുങ്ങളോടും ആൺകുഞ്ഞുങ്ങളോടും പറയാം, ജീവിതത്തിൻ്റെ താളം പിഴയ്ക്കാതെ, നിങ്ങളെ നടത്തുന്ന പരിശുദ്ധാത്മാവിനോട് വിഘടിക്കാതെ, നിങ്ങൾക്ക് കാവലാളായി തന്നിരിക്കുന്ന നിങ്ങളുടെ പാസ്റ്റങ്ങളിനോട്, പാസ്റ്റർ ആൻറ്റിയോട്, സഭാജനങ്ങളോട് ആത്മീക സഖ്യം കൂടിയിട്ട് അനുഗ്രഹീതമായ ആത്മീക നിലവാരം സൂക്ഷിക്കാനിടയാകണം. ജാതീയതയിൽ നിന്നൊരുവൻ നിങ്ങൾക്ക് നൽകുന്ന ഔദാര്യദാനങ്ങളും നിങ്ങളെ വിളിക്കുന്ന ഗെറ്റ് ടുഗദറുകളിലും പങ്കെടുക്കരുത്. വിഗ്രഹാരാധികളോടൊപ്പമുള്ള സാഹിത്യം, ഹായ് ബന്ധം മതി. അവൻ്റെ വീട്ടിൽ പോകാനും കടന്നുറങ്ങാനും അവർ തരുന്ന ഭക്ഷണം കഴിക്കാനും ഒന്നും പോകരുത്. വെച്ചുപൂജയും ആരാധനയും വിഗ്രഹാർപ്പിത ഭോജ്യങ്ങളുമൊക്കെ നിങ്ങൾക്ക് വിളമ്പി തന്നിട്ട് നിങ്ങളുടെ ജീവിതത്തിൻ്റെ തലങ്ങളെ കൂടെ അബദ്ധത്തിലാക്കുന്ന ഗതികേടുകളുടെ അവസ്ഥയുണ്ട്. അത് വരാതിരിക്കാൻ മനസ്സിലായില്ലേ? പ്രണയങ്ങളും വചനവിരുദ്ധമായ ബന്ധങ്ങളും എല്ലാം ഉപേക്ഷിച്ച് ജീവിതത്തെ സംശുദ്ധമാക്കണം. അതിനൊടുവിൽ എന്തോ തരാം? അമിതബലം തരാം. പാട്ടുപാടിനാൽ അന്യഭാഷ പറയുന്നൊന്നും അല്ല അമിതബലം. ശത്രുവിനോട് പോരാടാൻ കഴിയുന്ന കരുത്താണ്. അത് ഒടുവിലേ കിട്ടുകയുള്ളൂ. ഏതിനൊടുവിൽ? നല്ല മകളായതിനൊടുവിൽ, നല്ല മകനായതിനൊടുവിൽ. അപ്പോൾ എത്ര കാര്യം പറഞ്ഞു ഇപ്പം? നല്ല ഭാര്യയായതിനൊടുവിൽ, നല്ല ഭർത്താവായതിനൊടുവിൽ, നല്ല മകളായതിനൊടുവിൽ, നല്ല മകനായതിനൊടുവിൽ. അടുത്ത 4-ാം വാക്യം നോക്കിക്കേ. പിതാക്കന്മാരെ എന്ന് വിളിക്കുന്നതിനകത്ത് മാതാക്കളെ എന്നും കൂടെ ഉണ്ട്. ഉത്തരവാദിത്തമുള്ള പിതാവാകാം ആദ്യം. അതിനൊടുവിൽ അമിതബലം തരാം. മക്കളെ ജനിപ്പിച്ചിട്ട് അവരുടെ ഭാവിയെക്കുറിച്ച്, അവരുടെ കരുതൽ, അവരുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച്, അവരുടെ ആത്മീയതയെക്കുറിച്ചൊന്നും ഒരു ബോധമില്ലാതെ മൊബൈൽ ഫോൺ അവൾ ചൂണ്ടിക്കാണിച്ചത്, അവൻ ചൂണ്ടിക്കാണിച്ചത് വാങ്ങിച്ചു കൊടുത്ത് അവൻ എന്തുവാ അതിനകത്ത് പരതി ഇരിക്കുന്നത്? സന്ധ്യപ്രാർത്ഥനയ്ക്ക് മകൻ കൂടിയിരിക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കേ. സന്ധ്യപ്രാർത്ഥനയ്ക്ക് മകൾ കൂടിയിരിക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കേ. സ്പെഷ്യൽ ക്ലാസ്സാ, ട്യൂഷനാന്ന് പറഞ്ഞ ഞായറാഴ്ച പോലും പള്ളിക്കറാത്ത പിള്ളേരെ ശ്രദ്ധിച്ചോണം. അവസാനം അവരെ ഓർത്ത് നിലവിളിക്കേണ്ടി വരും. മനസ്സിലായില്ലേ? എന്നെക്കാൾ നീളത്തിലും വണ്ണത്തിലും വളർന്ന 2 ആൺപിള്ളേരുണ്ട് എനിക്ക്. അതുകൊണ്ട് പിതൃഹൃദയത്തോടെ പറയുന്നത്, എന്നോടൊപ്പം ശുശ്രൂഷയിൽ അസിസ്റ്റ് ചെയ്യുന്നത്, ഞാനിപ്പോൾ ഇന്നിവിടെ പ്രസംഗിക്കും, എൻ്റെ കുഞ്ഞുങ്ങൾ 2 പേരും കൂടെ അവിടെ സഭായോഗം നടത്തുക. ആ ഒരു പ്രാഗൽഭ്യം എനിക്കുണ്ട്. മനസ്സിലായി? എൻ്റെ അപ്പൻ ഉപദേശിയായിരുന്നു, എൻ്റെ വല്യപ്പൻ ഉപദേശിയായിരുന്നു, എൻ്റെ അപ്പൻ ഉപദേശിയ. ഈ 2 പേരുടെയും റോൾ മോഡൽ കണ്ടിട്ട് ഞാൻ ഈ പുസ്തകം എടുത്തത്. എൻ്റെ അപ്പൻ്റെ വിയർപ്പിൻ്റെ മണം പറ്റിയ പുസ്തകമാണ് ഞാൻ എടുത്തുകൊണ്ടിറങ്ങിയത്. അത് തന്നെ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഞാൻ നിർബന്ധിച്ചിട്ടൊന്നുമില്ല. ഡിഗ്രി കോഴ്സ് കഴിഞ്ഞിട്ട് അവർ ബൈബിൾ പഠനത്തിന് വേണ്ടി പോയി BD കഴിഞ്ഞു, MDH ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന മൂത്ത മകൻ. ഞാൻ പറഞ്ഞത്, ഞാനില്ലാത്തപ്പോൾ ഞാൻ ശുശ്രൂഷിക്കേണ്ട ഇടത്ത് എൻ്റെ മക്കൾ 2 പേരും കൊണ്ടുണ്ട്. ഒരാൾ സങ്കീർത്തനം വായിക്കും, ഒരാൾ യോഗം ലീഡ് ചെയ്തും, ഒരാൾ ഗായകനാണ്, നന്നായിട്ട് പാട്ടൊക്കെ പാടി ജനത്തെ ആരാധനയിലേക്ക് നയിച്ചോളും. ആ ഒരു പ്രാഗൽഭ്യമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കുഞ്ഞുങ്ങളെ നേടണമെന്ന് പറയുന്നത്. സന്ധ്യപ്രാർത്ഥനയ്ക്ക് നിങ്ങളുടെ തലമുറ കൂടെ ഉണ്ടാകണം. സഭായോഗത്തിന് നിങ്ങളുടെ കുഞ്ഞുങ്ങളോടുകൂടെ വരാനിടയാകണം. വിദേശത്ത് പഠിക്കാൻ പോയ കുഞ്ഞുങ്ങളും ആരാധന മുടക്കുന്നില്ല, പ്രാർത്ഥന മുടക്കുന്നില്ല, വചനം വായിക്കുന്ന മുടക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടാകണം. അതാ അവിടെ പറഞ്ഞു, നല്ല പിതാവാകണം. അടുത്ത് പറയുന്നു, നല്ല മാതാവാകണം. അതിനൊടുവിൽ അമിതബലം തരാം. കണ്ടോ? ഉത്തരവാദിത്തമില്ലാത്ത മാതാവിനെന്തിനാ അമിതബലം? ഉത്തരവാദിത്തമില്ലാത്ത പിതാവിനെന്തിനാ അമിതബലം? നിന്ന് നിർത്തി പറയണം ആ ചിന്തകളൊക്കെ. ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ ആണെങ്കിൽ വിശദീകരിച്ചേനെ, ഞാനതിന് തുനിയുന്നില്ല. അപ്പം 4-ാം വാക്യം അതാണ്. അടുത്തത് 5-ാം വാക്യം നോക്കിക്കേ. ദാസന്മാരെ എന്ന് പറഞ്ഞാൽ ലേബേഴ്സ് എന്നാണ്. തൊഴിലാളികളെ, തൊഴിലിടങ്ങളിൽ വിശ്വസ്ത
വിശ്വസ്തരായ ഒരാൾക്ക് മാത്രമേ അമിതബലം കിട്ടൂ. തൊഴിലിന് പോയിട്ട് അവിടെ ചെന്ന് ഉഴപ്പി നിൽക്കരുത്. ഒരു ദിവസം വേതനം നിങ്ങൾക്ക് തരുമ്പോൾ ആ വേതനത്തിന് അർഹമായത് പണിതേ പറ്റുള്ളൂ. ഓഫീസിൽ പോകുന്നത് ഫാനിൻ്റെ കീഴിലിരുന്ന് ഉറങ്ങാനാകരുത്. ഓഫീസിൽ പോകുന്നത് ശീതീകരിച്ച മുറിക്കകത്ത് സുഖമായിട്ടിരുന്ന് ഉറങ്ങാനോ വേറെ ഏതെങ്കിലും മൊബൈൽ ഫോണിൽ ഗെയിം കളിക്കാനോ മൊബൈൽ ഫോണിൽ വാട്സപ്പ് ചാറ്റ് ചെയ്യാനോ ആകരുത്. പണി 8 മണിക്ക് ഇറങ്ങിയാൽ വൈകിട്ട് 5 മണിക്ക് കയറുള്ളൂ. അതിനകത്ത് ഒരു ദിവസത്തെ കൂലി എത്ര, അതിനർഹമായ പണി ചെയ്തെങ്കിലേ പറ്റൂ. അങ്ങനെ വിശ്വസ്തനായ ദാസനും വിശ്വസ്തയായ ദാസിക്കുമാണ് അമിതബലം തരുന്നത്. കർത്താവിൻ്റെ വേലക്കാരെന്ന് പറയുമ്പോഴും അതിന് വിശ്വസ്തത ഉണ്ടായേ പറ്റുള്ളൂ. ഞായറാഴ്ച തൊഴിലാളികളായി മാത്രം ഉപദേശിമാർ നിൽക്കാൻ പാടില്ല. നമ്മൾ സാധാരണ പറയാറുണ്ട് ഫുൾ ടൈം സുവിശേഷകനാണ്. ഫുൾ ടൈം സുവിശേഷകൻ എന്തുവാ ചെയ്യുന്നതെന്ന് അന്വേഷിച്ച് നോക്കണം. ഞായറാഴ്ച ഒരു സഭായോഗം നടത്തുന്നുണ്ട്, വെള്ളിയാഴ്ച ഒരു ഉപവാസ പ്രാർത്ഥന നടത്തുന്നു, പിന്നെ ഒരു കുടുംബ പ്രാർത്ഥന നടത്തുന്നുണ്ട്. ബാക്കി സമയമൊക്കെ എന്തോ പരിപാടി എന്ന് ചോദിച്ചാൽ ബാക്കി സമയത്ത് ഒരു പരിപാടിയില്ല എന്നുള്ളതാണ്. ഫുൾ ടൈം സുവിശേഷകൻ എന്ന് പറയുമ്പോൾ ആ വിശ്വസ്തത, യേശുവിൻ്റെ തൊഴിലാളിയാണ് ഞാൻ, സ്വർഗരാജ്യത്തിൻ്റെ വേലക്കാരനാണ് ഞാനെന്ന് പറയുമ്പോൾ നമ്മൾ എല്ലായ്പ്പോഴും ആ ഫീൽഡിൽ തന്നെ വിശ്വസ്തമായി നിൽക്കണം. ഒരു നയാ പൈസയ്ക്ക് അവിശ്വസ്തത കാണിക്കാതെ. അങ്ങനെ വിശ്വസ്തത ക്രമീകരിച്ചതിനൊടുവിൽ എന്തോ തരാന്ന അമിതബലം തരാം. അടുത്തത് 9-ാം വാക്യം നോക്കിക്കേ. യജമാനന്മാരെ എന്ന് പറയുമ്പോൾ ടീം ലീഡേഴ്സ്, സഭയുടെ നേതൃത്വം, ഏരിയയുടെ നേതൃത്വം, സെന്ററിന്റെ നേതൃത്വം കണ്ടോ, ഇങ്ങനെയുള്ളതായിരിക്കുന്ന നേതൃത്വ നിരയിൽ നിൽക്കുന്നവരോട് പറയുന്നു, നിങ്ങളുടെ കീഴേ ഉള്ളവരെ, നിങ്ങളോടുകൂടെ ഉള്ളവരെ നിങ്ങൾ ശ്വാസം മുട്ടിക്കരുത്, അവരെ നിങ്ങൾ വല്ലാതെ വെറുപ്പിക്കരുത്, അവരുടെ അധ്വാനത്തിൻ്റെ കൂലി നിങ്ങളുടെ പോക്കറ്റിലേക്കാകരുത്. യജമാനനും യജമാനത്തെയും ദൈവത്തിന് പ്രസാദമുള്ളതുപോലെ തങ്ങളോട് കൂടെയുള്ളവരോട് പെരുമാറുന്നതിനൊടുവിൽ എന്തോ തരാമെന്ന അമിതബലം തരാം. എത്ര പേർക്ക് മനസ്സിലായി? വിവരിക്കുന്നില്ല, ഞാൻ നിർത്തുക. പ്രായോഗിക ഉപദേശങ്ങളൊക്കെ പറയുമ്പം നിങ്ങളുടെ ആ നിസ്സഹകരണം ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇനി മുൻപോട്ട് അധികം മുഷിപ്പിക്കുന്നില്ല. അപ്പവും വീഞ്ഞും കഴിച്ചിട്ട് പിന്നെ നമുക്ക് സദ്യവട്ടത്തിലേക്ക് കയറാം. അതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് എനിക്കറിയാം. വിളിക്ക് യോഗ്യമാകും വണ്ണം 1-ാം അധ്യായത്തിലെ വിളി വിശുദ്ധരും നിഷ്കളങ്കരുമാകാൻ, 2-ാം അധ്യായത്തിലെ വിളി നിവാസമാകാൻ, 3-ാം അധ്യായത്തിലെ വിളി ശുശ്രൂഷയ്ക്ക് വേണ്ടിയാണ്, 4-ാം അധ്യായത്തിൽ വിളി പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാതെ ശ്രദ്ധയോടെ ജാഗ്രതയോടെ നിതാന്ത ജാഗ്രതയോടെ ജീവിക്കാന്, 5-ാം അധ്യായത്തിലെ വിളി കർത്താവിൻ്റെ മണവാട്ടിയായി നിർമ്മലമായി നിലകൊള്ളാന്, 6-ാം അധ്യായത്തിലെ വിളി കർത്താവിൻ്റെ സർവശക്തിയെ പ്രാപിക്കാന്. പക്ഷെ അതിന് ചില ക്രമീകരണങ്ങൾ വരുത്തിയേ പറ്റൂ. ആ ക്രമീകരണങ്ങൾക്കൊടുവിൽ കർത്താവ് നമുക്ക് അമിതബലം തരും. അമിതബലം വാങ്ങാൻ ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? അമിതബലം വേണമെന്ന് ആഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട്? അമിതബലത്തിൻ്റെ പ്രാപണമാണ് ശത്രുവിനോട് പോരാടാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. നിങ്ങൾക്കറിയാമോ, 6-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ പറയുന്ന അമിതബലം എന്തിനു വേണ്ടിയാണ്? വാട്ട് ഇസ് ദ പേർപ്പസ്? ദ മൈറ്റി പവർ. എന്തിനാണ് അത് തരുന്നതെന്നറിയാമോ? 12-ാം വാക്യം മുതൽ വായിക്കണം. സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോട്, ഭൂമണ്ഡലത്തിൻ്റെ ദുഷ്ടാത്മസേനയോടൊക്കെ എതിരിടാൻ വേണ്ടിയാ എന്ന് പറഞ്ഞാൽ അന്ധകാര ശക്തിയോട് പടപൊരുതി ജയം പ്രാപിക്കാനാ കർത്താവ് നമുക്ക് അമിതബലം തരുന്നത്. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് അമിതബലം? ശുശ്രൂഷയുടെ വെല്ലുവിളികളെ അതിജീവിക്കാൻ ഈ അമിതബലം കൂടിയേ പറ്റൂ. ശരീരത്തിൽ അനുഭവിക്കുന്ന രോഗബന്ധനങ്ങളോട് പോരാടാൻ ഈ അമിതബലം കൂടിയേ പറ്റുള്ളൂ. മുൻപോട്ട് വിടത്തില്ലെന്ന് വാദിക്കുന്ന ചില ദുഷ്ടവ്യാപാരങ്ങളെ പരാജയപ്പെടുത്തി മുൻപോട്ട് കുതിക്കാനുള്ള അതിജീവന ശേഷി എന്ന് പറയുന്നത് ഈ അമിതബലമാണ്. അത് ആഗ്രഹിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. നമ്മളെ മുൻപോട്ട് വിടത്തില്ല, ശുശ്രൂഷയിൽ നിന്നെ മുൻപോട്ടിനി വിടാൻ അനുവദിക്കില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഒതുക്കാനും ഒടുക്കാനും ശ്രമിക്കുന്ന ചില പോരുകളുണ്ട്. പക്ഷേ അമിതബലം പ്രാപിച്ചവനെ ആർക്കും ഒതുക്കാൻ കഴിയത്തില്ല. ഈ ജനറൽ കൺവെൻഷനിലൂടെ നമ്മിലേക്ക് പ്രവഹിക്കപ്പെടുന്ന ദൈവശക്തിയുടെ വല്ലഭത്വം ഏറ്റെടുത്തുകൊണ്ട് കർത്താവിൻ്റെ നാമ മഹത്വത്തിന് വേണ്ടി കരുത്തോടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നവർ കർത്താവിനെ സ്തുതിച്ചു തുടങ്ങിക്കാട്ടെ.